കൊടും കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകുന്നതിൽ ഒരേ തൂവൽ പക്ഷികളാണോ ഇടത് വലത് മുന്നണികൾ? കേരളപ്പിറവി വജ്ര ജൂബിലിക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ വകുപ്പ് നൽകിയ പട്ടികയിൽ TP കേസ് പ്രതികളും നിഷാമും മണിച്ചനും ഷെറിനുമുണ്ട്. ഏത് മാനദണ്ഡ പ്രകാരമാണ് ഈ ഇളവ്? സർക്കാർ ഗവർണർക്ക് കൊടുത്ത പട്ടികയിൽ ഇവരൊക്കെ തന്നെയാണോ ഉള്ളത്? ഉണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള താല്പര്യം എന്താണ്? എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. കൊടും കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ ജയിൽ വകുപ്പ് തയ്യാറാക്കിയ പട്ടിക പുറത്ത്. മോചിപ്പിക്കാൻ ശ്രമിച്ചത് TP കേസിലെ 11 പ്രതികളെയും ചന്ദ്രബോസ് വധക്കേസിലെ നിസാമും അടക്കമുള്ള പ്രതികളെ. പ്രാഥമിക ശുപാർശ പട്ടിക തയ്യാറാക്കിയത് UDF സർക്കാർ എന്നും രേഖകൾ. വിദ്യാർത്ഥിയെ മർദ്ദിച്ച കേസിൽ P. കൃഷ്ണദാസിന് ഹൈക്കോടതിയുടെ ജാമ്യം. അറസ്റ്റ് നിയമവിരുദ്ധമെന്ന് ഹൈക്കോടതി. പ്രതിക്ക് കിട്ടേണ്ട അവകാശം പോലീസ് കവർന്നു. FIR തയ്യാറാക്കുന്നതിൽ വീഴ്ച വരുത്തിയ ASIക്ക് സസ്പെൻഷൻ. മറ്റക്കര ടോംസ് കോളേജിന്റെ അഫിലിയേഷൻ അടുത്ത വർഷം പുതുക്കുമെന്ന് സാങ്കേതിക സർവകലാശാല. കരുണ, കണ്ണൂർ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം റദ്ദാക്കിയ വിധിയിൽ മാറ്റമില്ലെന്ന് സുപ്രീം കോടതി. ആവശ്യമെങ്കിൽ പുനഃപരിശോധനാ ഹർജി നൽകാം. വിജിലൻസിനെതിരെ വീണ്ടും ഹൈക്കോടതി. സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് വിജിലൻസ് അരാജകത്വം. കോടതികളിൽ പരാതി നൽകാൻ മാഫിയ പ്രവർത്തിക്കുന്നു. പോലീസിന്റെ വിശ്വാസ്യത സംരക്ഷിക്കാനാണ് DGP സ്ഥാനത്ത് നിന്ന് TP സെൻകുമാറിനെ മാറ്റിയതെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. സന്തോഷ് ട്രോഫിയിൽ സെമിയിൽ തോറ്റ് കേരളം പുറത്ത്. ഗോവ കേരളത്തെ തകർത്തത് 1-2 ഗോളിന്. മിസോറാമിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തകർത്ത് പശ്ചിമ ബംഗാളും ഫൈനലിൽ. ശിക്ഷ ഇളവിനായി ജയിൽ വകുപ്പ് തയ്യാറാക്കിയ പട്ടികയിൽ TP ചന്ദ്രശേഖരൻ കേസ് പ്രതികളും മുഹമ്മദ് നിസാമും. ജയിൽ വകുപ്പ് സർക്കാരിന് സമർപ്പിച്ച 1911 പേരുടെ പട്ടികയിൽ മണിച്ചനും ഓംപ്രകാശും ഷെറിനും അടക്കമുള്ള കൊടും കുറ്റവാളികൾ ഉൾപ്പെട്ടു. മാനദണ്ഡങ്ങൾ മറികടന്ന് പട്ടിക തയ്യാറാക്കിയെന്ന് കണ്ടെത്തിയ ഗവർണർ നേരത്തെ റിപ്പോർട്ട് തിരിച്ചയച്ചിരുന്നു. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് ശിക്ഷാ ഇളവ് നൽകാനായി ജയിൽ വകുപ്പ് തയ്യാറാക്കിയ പട്ടികയാണ് പുറത്തുവന്നത്. 1911 പേരുടെ പട്ടികയിൽ TP കേസിലെ 11 പ്രതികൾ ഇടം പിടിച്ചു. കുഞ്ഞനന്ദൻ, KC രാമചന്ദ്രൻ, കൊടിസുനി, കിർമാണി മനോജ് തുടങ്ങി 11 പേർ ജയിൽ വകുപ്പിന്റെ പട്ടികയിലുണ്ട്. ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാമും ജയിൽ വകുപ്പിന്റെ പട്ടികയിൽ ഇടം പിടിച്ചു. നിസാമിനെ നാമനിർദ്ദേശം ചെയ്യുമ്പോൾ കാപ്പ ചുമത്തിയിരുന്നില്ലെന്നാണ് ജയിൽ വകുപ്പ് ഇതിന് നൽകുന്ന ന്യായീകരണം. കല്ലുവാതക്കൽ മദ്യദുരന്ത കേസിൽ ശിക്ഷ അനുഭവിക്കുന്ന മണിച്ചനും ശിക്ഷ ഇളവിനായി പരിഗണിക്കുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടു. ഗുണ്ടാ നേതാവ് ഓംപ്രകാശ്, കാരണവർ വധക്കേസിലെ പ്രതി ഷെറിൻ എന്നിവരെയും ജയിൽ വകുപ്പ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ഈ പട്ടികയിൽ നിന്നും നിസാം ഉൾപ്പെടെ 61 പേരെ ഒഴിവാക്കിയാണ് സർക്കാർ ഗവർണർക്ക് കൈമാറിയത്. എന്നാൽ ഗവർണർക്ക് നൽകിയ പട്ടികയിലും മാനദണ്ഡങ്ങൾ മറികടന്ന് പലരും ഉൾപ്പെട്ടു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഗവർണർ ലിസ്റ്റ് തിരിച്ചയക്കുകയായിരുന്നു. TP കേസ് പ്രതികളുടെ ഉൾപ്പെടെ പേരില്ല എന്നായിരുന്നു സർക്കാർ നൽകിയിരുന്ന വിശദീകരണം. ബലാത്സംഗം, ലഹരിമരുന്ന് കേസ്, രാജ്യദ്രോഹം, വിദേശ തടവുകാർ, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ കേസ്, വർഗീയ കലാപം, വാടക കൊലയാളി, വയോധികരെ കൊലപ്പെടുത്തിയ കേസ് തുടങ്ങിയ കേസുകളിൽ ഉൾപ്പെട്ടവർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ പാടില്ലെന്നാണ് നിയമം. എന്നാൽ ജയിൽ വകുപ്പ് ഇപ്പോൾ തയ്യാറാക്കിയ ലിസ്റ്റിൽ ഈ നിയമം മറികടന്നു എന്ന് സുവ്യക്തം. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീമതി KK രമ, ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീ SR ശക്തിധരൻ, ശ്രീ PM മനോജ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി KK രമ, ഇന്ന് നമുക്ക് രേഖാമൂലം മനസ്സിലാകുന്ന ഒരു കാര്യം, കേരളപ്പിറവിയുടെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ശിക്ഷാ ഇളവ് നൽകാൻ ഉദ്ദേശിച്ചിരുന്ന ആളുകളുടെ കൂട്ടത്തിൽ, പ്രതികളുടെ കൂട്ടത്തിൽ TP ചന്ദ്രശേഖരനെ വധിച്ച കൊട്ടേഷൻ സംഘാംഗങ്ങൾ ഉൾപ്പെടെയുള്ള പ്രതികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഇതാദ്യമായിട്ടല്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഫെബ്രുവരിയിൽ നൽകിയ ശുപാർശയിലും ഇവരുടെ പേരുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും ജയിൽ വകുപ്പ് സർക്കാരിന് നൽകിയ പട്ടികയിൽ ഇവരുടെ പേരുണ്ട്. നമുക്കതിന് രേഖകളുണ്ട്. എന്താണ് ഇതിൽ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് സത്യത്തിൽ ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അത്തരത്തിലൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി കളവ് പറഞ്ഞതല്ലേ? വളരെ വ്യക്തമായി മുഖ്യമന്ത്രി കേരളത്തെ, പൊതുസമൂഹത്തെ പറ്റിക്കുകയാണ്. നിയമസഭയിൽ ഉൾപ്പെടെ കളവ് പറയാൻ വേണ്ടി മുഖ്യമന്ത്രി തയ്യാറായി എന്നതാണ് നമുക്ക് ഈ രേഖകൾ വെച്ച് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പിന്നെ എങ്ങനെയാണ് ഒരു സർക്കാരിന്, ഒരു ഭരണകൂടത്തിന് ഇത്തരത്തിൽ ക്രിമിനലുകളെ പുറത്തു വിടാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് TP കേസിലെ പ്രതികളെ ഈ 11 പേരെയും പുറത്തു വിടുക എന്ന് പറയുമ്പോൾ ആ കോടതിയിലുള്ള പരാമർശം പോലും, നിങ്ങൾ ആ കോടതിയുടെ അന്നത്തെ ജഡ്ജ്മെൻറ്റ് ഒന്ന് പരിശോധിച്ചാൽ അതിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ പ്രതികൾ, ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല അവർ ഈ കൃത്യം ചെയ്തത് എന്നും, ഇവരാരുടെ കയ്യിലുള്ള ഉപകരണമാണ് എന്നും, അതിനുവേണ്ടി വാടക കൊലയാളികളാണ് എന്നും, അതുകൊണ്ട് ഈ വാടക കൊലയാളികൾക്ക് അർഹമായ ശിക്ഷ കൊടുക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല,
ഈ 16 കൊല്ലത്തെ ശിക്ഷാ ഇളവിൽ 16 കൊല്ലം ജീവപര്യന്തം 16 കൊല്ലം തുടർച്ചയായി ജീവപര്യന്തം അനുഭവിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പരാമർശിച്ചിട്ടുണ്ട്. 16 കൊല്ലവും പുറത്തുവിടാതെ ജീവപര്യന്തം അനുഭവിക്കണം എന്നുള്ളത് വളരെ കൃത്യമായി പരാമർശിച്ചിരിക്കുന്ന ഒരു ജഡ്ജ്മെൻ്റാണ് അന്ന് പുറത്തു വന്നത് എന്ന് നിങ്ങൾക്ക് ഒന്നുകൂടെ പരിശോധിച്ചാൽ വ്യക്തമാകും. അങ്ങനെയൊക്കെ വസ്തുതകൾ നിലവിലിരിക്കെ എങ്ങനെയാണ് ഈ പ്രതികളെ പുറത്തു വിടാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ താല്പര്യം കാണിക്കുന്നത്? അല്ല, ഇവിടെ ശ്രീമതി കെ രമ സർക്കാർ താല്പര്യം കാണിക്കുന്നു എന്ന് എങ്ങനെ ആരോപിക്കാൻ സാധിക്കും? മുൻ സർക്കാരിൻ്റെ കാലത്തും, അതായത് 2016 ഫെബ്രുവരിയിലും ജയിൽ വകുപ്പ് ഇതേ ശുപാർശ നൽകിയിട്ടുള്ളതാണ്. അതായത് ജയിൽ സൂപ്രണ്ട് ഇതേ ശുപാർശ ജയിൽ വകുപ്പിന് നൽകിയിട്ടുള്ളതാണ്. ആ ശുപാർശ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സർക്കാരിൻ്റെ കാലത്തും ജയിൽ വകുപ്പ് ഇങ്ങനെ ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. TP കേസിലെ പ്രതികൾ മാത്രമല്ല, ഒട്ടനേകം പ്രതികൾ ഉണ്ട്. അതൊരു ശുപാർശ മാത്രമാണ്. ഇക്കാര്യത്തിൽ സർക്കാർ വിശദീകരിക്കുന്നത്, അനൗദ്യോഗികമായിട്ടാണെങ്കിലും സർക്കാർ വിശദീകരിക്കുന്നത്, ഇക്കാര്യത്തിൽ ശുപാർശയുടെ തലം കടന്ന് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അന്തിമമായ ലിസ്റ്റ്, അതായത് ഗവർണർക്ക് കൊടുത്ത ലിസ്റ്റ് എന്തായാലും പുറത്തു വന്നിട്ടില്ല, നമ്മുടെ മുൻപിൽ ഇല്ല. എങ്കിലും അനൗദ്യോഗികമായി സർക്കാർ പറയുന്നത് അങ്ങനെ ഒരു അന്തിമ തീരുമാനം, ഇക്കാര്യത്തിൽ ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകുക എന്ന തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഈ സ്ക്രൂട്ടിനി കമ്മിറ്റിയെ നയിച്ച ആഭ്യന്തര വകുപ്പിൻ്റെ അഡീഷണൽ സെക്രട്ടറിയും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇതിൽ സർക്കാർ താല്പര്യമില്ല എന്ന സർക്കാരിൻ്റെ വാദം തൃപ്തികരമാണോ? അല്ല, ഒരിക്കലുമല്ല. അത് തൃപ്തികരമല്ല എന്ന് മാത്രമല്ല, കാരണം വെച്ചാൽ അതിൽ ഇവരെ പുറത്തുവിടാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞ കാര്യമാണല്ലോ. അത് മാത്രമല്ല, ഇവിടെ മറ്റൊരു കാര്യം അഭിലാഷേ, ഈ ജയിൽ DGP ആണ് ഈ ഒരു ലിസ്റ്റ് സർക്കാരിന് കൈമാറിയത് എന്ന് പറയുന്നത്. ജയിൽ DGP, അപ്പം തീർച്ചയായിട്ടും ഈ ജയിൽ DGP എന്തിൻ്റെ പുറത്താണ് ഇത്തരത്തിൽ ലിസ്റ്റ് കൈമാറാൻ വേണ്ടി തയ്യാറായത്? ഇവിടെ ജയിൽ DGPയും കുറ്റാരോപിതനാണ്. ആ ജയിൽ DGPക്കെതിരെയും നടപടി ആവശ്യമാണ്. കാരണം ജയിൽ DGP ഒരുപക്ഷെ പണം ഉൾപ്പെടെ വാങ്ങിയെന്ന് ബോധ്യമാകുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. കാരണം നിസാമിനെ പോലെ ചന്ദ്രബോസ് വധക്കേസിലെ പ്രതി നിസാം 1 വർഷമായിട്ട് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ആളെ പോലും ഈ പ്രതി പട്ടികയിൽ വരുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ തീർച്ചയായിട്ടും ജയിൽ DGP ഉൾപ്പെടെ പണം വാങ്ങിയാണ് ഈ ഒരു കാര്യം ചെയ്തത് എന്നുള്ളതിൽ സംശയം ബലപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജയിൽ DGPക്കെതിരെയും നടപടി ആവശ്യമാണ്. ഈ കാര്യങ്ങളെല്ലാം സർക്കാർ പരിശോധിക്കാൻ തയ്യാറാവണം. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകളെ പുറത്തുവിടുന്ന ഒരു നീക്കം ഉണ്ടാവാൻ പാടില്ല. കാരണം അങ്ങനെ സർക്കാർ പോവുകയാണെങ്കിൽ അതിശക്തമായ രൂപത്തിലേക്ക് അതിനെ ശ്രീമതി കെ രമ ഈ പുറത്തുവിടുന്നു എന്ന് പറയുന്നത് ശരിയല്ല. പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടില്ല, പുറത്തുവിടാൻ സാധിക്കുകയുമില്ല. ശിക്ഷ ഇളവ് നൽകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ജീവപര്യന്തം തടവുകാരനെ സംബന്ധിച്ച് പരമാവധി 1 വർഷമാണ് അങ്ങനെ ശിക്ഷ ഇളവ് നൽകാൻ കഴിയുന്ന കാലാവധിയും. അതായത് TP കേസിലെ പ്രതികൾ ഏറ്റവും കുറഞ്ഞത് 13 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാലേ ആ ആനുകൂല്യത്തിന് പോലും അർഹരാകുന്നുള്ളൂ. അത് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതുമാണ്. പിന്നെ നമ്മൾ എങ്ങനെ ഈ വിവാദത്തിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ, ഇവർക്ക് ശിക്ഷാ ഇളവ് നൽകണം എന്ന ശുപാർശ ഉണ്ടാകുന്നു. ആ ശുപാർശ ആദ്യം വരുന്നത് ജയിൽ സൂപ്രണ്ടിൽ നിന്നാണ്, ജയിൽ ഉപദേശക സമിതിയുടെ തീരുമാനം എന്നുള്ള നിലയിൽ. അതിനുശേഷം ജയിൽ വകുപ്പിൽ നിന്നാണ്. ജയിൽ വകുപ്പിൽ നിന്ന് ആ ശുപാർശ ആഭ്യന്തര വകുപ്പിലേക്ക് എത്തുന്നു. ആഭ്യന്തര വകുപ്പ് അത് ഗവർണർക്ക് ശുപാർശ ചെയ്തോ ഇല്ലയോ എന്നറിയാതെ ഇക്കാര്യത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതിൽ കാര്യമുണ്ടോ? ഇവിടെ ഉദ്യോഗസ്ഥർ ഈ നിലയ്ക്ക് ഒരു ശുപാർശ നടത്തി എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദമെങ്കിലോ? അതെങ്ങനെ കാണാൻ കഴിയും അഭിലാഷ്? ഒരു ഉദ്യോഗസ്ഥൻ നൽകുന്ന ലിസ്റ്റ് ഒന്നും പരിശോധിക്കാതെ ആഭ്യന്തര വകുപ്പ് കൈമാറും എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് വിശ്വസിക്കാൻ പോവുക? ഇവിടെ ആഭ്യന്തര വകുപ്പിനെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളില്ലേ, അവരെ പരിശോധിക്കാതെ ഇത്തരത്തിലൊരു നീക്കം നടത്തുമോ? ആ വാദം ആരുടെ മുന്നിലാണ് വെക്കുന്നത്? ഈ പൊതുബോധമുള്ള ഏതെങ്കിലും ഒരാളുടെ മുന്നിൽ ഈ വാദം വെക്കാൻ വേണ്ടി കഴിയുമോ? അങ്ങനെ ആഭ്യന്തര വകുപ്പ് അല്ലെ സർക്കാരോ ഈ കാര്യം പരിഗണിക്കാതെ ഉദ്യോഗസ്ഥന്മാർ നൽകിയ ലിസ്റ്റ് ഞങ്ങൾ അതേപോലെ അയച്ചു എന്ന് പറയുന്ന വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണോ ഈ രാജ്യത്തെ ജനം?
അങ്ങനെ കഴിഞ്ഞ് ഇവർക്ക് ഒഴിയാൻ വേണ്ടി കഴിയില്ല. ഇതിന് വ്യക്തമായ പങ്ക് ആഭ്യന്തര വകുപ്പിനുണ്ട്, ആഭ്യന്തര മന്ത്രിക്കുണ്ട്. ആഭ്യന്തര മന്ത്രിയുടെ വ്യക്തമായ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത് മുന്നോട്ട് പോയിട്ടുണ്ടാവുക എന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. കാരണം ഇവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പിണറായി വിജയൻ ഉൾപ്പെടെ CPM-ന്റെ നേതൃത്വത്തിന് ഏറ്റവും അനിവാര്യമാണ്. അവർക്ക് ഈ കേസ്, ഇതിന് കൊല ചെയ്ത ആളുകൾ, ഇതിൻ്റെ ഉന്നതരായ ആളുകളിലേക്ക് ഈ കേസ് എത്താതിരിക്കണമെങ്കിൽ ഈ പ്രതികളെ രക്ഷപ്പെടുത്തിയേ മതിയാവുള്ളൂ. അവർ ജയിലിനുള്ളിൽ കിടക്കുന്ന കാലത്തോളം അവർ എന്തെങ്കിലും പുറത്തു പറഞ്ഞാൽ അത് ശിക്ഷിക്കപ്പെടുക ഈ CPM-ന്റെ നേതൃത്വമാണ്. അവരിലേക്ക് ഈ കേസ് എത്തും എന്ന് ഞങ്ങൾ ഒരുപക്ഷെ ഈ കേസ് CBIക്ക് ഉൾപ്പെടെ പോയി കഴിഞ്ഞാൽ ഈ നേതൃത്വത്തിന് ഇവരുടെയൊക്കെ വാദം കൊണ്ട് ഇവരെ നേതൃത്വത്തിലേക്ക് എത്തുമെന്ന് ഇവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതികളെ ശിക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആഭ്യന്തര വകുപ്പും CPM നേതൃത്വവും ഇത്രമാത്രം വ്യഗ്രത കാണിക്കുന്നത്. അവർക്കറിയാം ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെ പുറത്ത് വിട്ടിട്ടില്ലെങ്കിൽ ഇവരിൽ നിന്ന് പലതും പുറത്തു വരും. അങ്ങനെ പുറത്തു വന്നാൽ അത് കൊള്ളുക CPM-ന്റെ നേതൃത്വത്തിലാണ്. അത് രാഷ്ട്രീയമായ ആരോപണമാണ്. എനിക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് എന്ത് സംഭവിച്ചു എന്നതിന്റെ വ്യക്തത, എന്തൊക്കെ വസ്തുതകൾ നമ്മുടെ മുൻപിൽ ഉണ്ട് എന്നുള്ളതിന്റെ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട്. ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. ശ്രീമതി KK രമ, ശ്രീ PM മനോജ് ടെലിഫോൺ ലൈനിൽ. ശ്രീ PM മനോജ്, ആദ്യം അറിയേണ്ട ഒരു കാര്യം, കേരളപ്പിറവിയുടെ വജ്ര ജൂബിലി പ്രമാണിച്ച് ശിക്ഷാ ഇളവ് എന്ന തീരുമാനം എടുക്കുമ്പോൾ അതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു. ആ മാനദണ്ഡങ്ങൾ എന്ത് എന്നുള്ളത് ജയിൽ DGP വിശദമായ ഒരു വാർത്താക്കുറിപ്പിൽ വിശദീകരിച്ചിട്ടുണ്ട്. താങ്കൾക്കറിയാവുന്നതുപോലെ കൊലപാതകം തൊഴിലാക്കിയവർ, വാടക കൊലയാളികൾ, രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷിച്ചവർ, കള്ളക്കടത്ത് മൂലം കൊല നടത്തിയവർ, ജയിൽ ഉദ്യോഗസ്ഥരെ കൊല ചെയ്തവർ, സ്ത്രീകളെയും കുട്ടികളെയും കൊല ചെയ്തവർ, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ കൊന്നവർ, ഇവർ ശിക്ഷാ ഇളവിന് യോഗ്യരല്ല എന്നൊരു മാനദണ്ഡം ഉണ്ടാക്കി വെച്ചതിന് ശേഷം അതേ ജയിൽ വകുപ്പ് ഈ മാനദണ്ഡങ്ങൾ തെറ്റിച്ചുകൊണ്ട് അയോഗ്യരായവരെ എന്ത് താല്പര്യത്താൽ ശുപാർശ ചെയ്തു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടേ? എനിക്ക് മുമ്പ് സംസാരിച്ച മഹതി, ആ മഹതി ആരാണെന്ന് എനിക്കറിയില്ല. അത് അവരുടെ പേര് എനിക്ക് ശ്രീമതി KK രമ. എന്തോ KK രമയാണോ? സോറി, ആ KK രമ പറഞ്ഞത് അവര് ശരിക്കും ഈ ചോദ്യം ചോദിക്കേണ്ടത് മുല്ലപ്പള്ളി രാമചന്ദ്രനോടായിരുന്നു. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ആ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പാർട്ടിയുടെ ഗവൺമെന്റ് ആയിരുന്നു കഴിഞ്ഞ 8 മാസം മുമ്പ് കേരളത്തിലുണ്ടായിരുന്നത്. ആ ഗവൺമെന്റ് സമർപ്പിച്ച ലിസ്റ്റ്, ആ ലിസ്റ്റിലും ഈ പറഞ്ഞ പേരുകളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശ്രീമതി KK രമയുടെ ഏറ്റവും പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതൃത്വമായ കോൺഗ്രസിന്റെ നേതാക്കളോട് ചോദിക്കേണ്ട ചോദ്യം, ഇവിടെ CPM-നെ തലയിൽ വെച്ച് കെട്ടി പിന്നെയും ഈ CPM-നെ കുത്താനുള്ള, കോൺഗ്രസിനോട് ചേർന്നിട്ടോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ചേർന്നിട്ടോ കുത്താനുള്ള ശ്രമം അതവർ അവിടെ വെച്ചേക്കട്ടെ, അവരുടെ പോക്കറ്റിൽ തന്നെ വെച്ചേക്കട്ടെ എന്നാണ് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായി അല്ലെങ്കിൽ നടപടിക്രമങ്ങൾക്ക് വിരുദ്ധമായി, ചട്ടവിരുദ്ധമായി ഏതെങ്കിലും ഒരു പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്, ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ, ഉദ്യോഗസ്ഥ വൃന്ദം, അവർ ഈ ലിസ്റ്റിലേക്ക് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ ഉൾപ്പെടുത്തിയ ആളുകൾ സ്പെയർ ചെയ്യപ്പെടില്ല. അവർക്ക് ഒരു പരിരക്ഷയും ലഭിക്കില്ല എന്ന കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അല്ല, ഇതിൽ ശ്രീ PM മനോജ് 17/10/2016 ജയിൽ വകുപ്പ് നൽകിയ തടവുകാരുടെ, അതായത് ഇളവ് ആവശ്യപ്പെട്ട് നൽകിയ തടവുകാരുടെ പേര് വിവരങ്ങളാണല്ലോ ഇന്ന് പുറത്തായത്. ഈ പറയുന്ന ലിസ്റ്റിൽ അവർ ഉൾക്കൊള്ളാൻ പാടില്ല എന്ന് നമുക്ക് പ്രാഥമികമായി ബോധ്യമുണ്ട്. കാരണം അവർ ഈ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ല. ഇപ്പോൾ വാടക കൊലയാളികൾ എന്ന ലിസ്റ്റിൽ വരുന്ന ആളുകൾ, ഈ കൊടിസുനി അടക്കമുള്ള ആളുകൾ, ഈ ഓം പ്രകാശ് അടക്കമുള്ള ആളുകൾ അതിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ഗുണ്ടാ നിയമപ്രകാരം തടവിലായിട്ടുള്ള ആളുകൾ വരെ ഈ പട്ടികയിൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ വരാൻ പാടില്ലാത്തവർ വന്നിട്ടുണ്ടെങ്കിൽ എന്ന പരാമർശം തന്നെ ശരിയാകില്ല. കാരണം വന്നിട്ടുണ്ട്, അത് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ എങ്ങനെ അവർ വന്നു? അതിൻ്റെ താല്പര്യം എന്താണ്? അല്ല അഭിലാഷേ, ഈ വാടക കൊലയാളി അതല്ലെങ്കിൽ സീരിയൽ കുറ്റവാളി എന്നൊക്കെ തീരുമാനിക്കുന്നത് കോടതിയാണ്. അല്ലാണ്ട് അഭിലാഷിന്റെ എന്റെയും താല്പര്യപ്രകാരം നമുക്ക് പ്രിയപ്പെട്ട ഒരാളെ കൊന്നതുകൊണ്ട് അയാൾ വാടക കൊലയാളിയാണ് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അതുപോലെ നമുക്ക് ശിക്ഷ ഇളവ് നേടണമെന്നും താല്പര്യം ഇല്ലാത്തയാൾക്ക് അതിന് അർഹതയില്ല എന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനൊക്കെ നിയതമായ മാനദണ്ഡങ്ങളുണ്ട്. അല്ലാതെ KK രമയ്ക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ മുഴുവൻ കുഴപ്പക്കാര്.
എനിക്കിഷ്ടമുള്ള ആളുകൾ മുഴുവൻ നല്ലവര് എന്നൊന്നും നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ്. ആർട്ടിക്കിൾ 161 പ്രകാരം ഗവൺമെന്റിനുള്ള അധികാരമാണ്. ആ അധികാരമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉപയോഗിച്ചത്. ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെന്റാണല്ലോ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഉപയോഗിച്ചപ്പോഴാണ് ടി.പി. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾ, നമ്മൾ മാധ്യമങ്ങളൊക്കെ പറയുമ്പോൾ ആ കേസ് വലിയ കേസാന്ന് പറയും. ആ കേസ് മറ്റൊരു കേസ്, രാജീവ് ഗാന്ധിയെ കൊന്ന കേസിനേക്കാളും വലിയ കേസാണ്. നമുക്ക് ആ തർക്കത്തിലേക്ക് പോവാം. അതിനു മുൻപ് മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, UDF സർക്കാരിന്റെ കാലത്ത് ശിക്ഷാ ഇളവ് നൽകാൻ ഉള്ള ലിസ്റ്റ് തയ്യാറാക്കിയതിനെ കുറിച്ചും ശുപാർശകൾ വന്നതിനെക്കുറിച്ചുമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, മുഖ്യമന്ത്രി തന്നെ 2015 കാര്യം, അന്ന് 2000-ൽ പരം ഈ ശിക്ഷാ ഇളവിന് അർഹരായവരുടെ പട്ടിക തയ്യാറാക്കിയ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യം, നിങ്ങളുടെ സർക്കാരിൻ്റെ അവസാന കാലത്തും ജയിൽ വകുപ്പിൽ നിന്ന്, അതായത് ജയിൽ സൂപ്രണ്ട്മാരിൽ നിന്ന് TP കേസ് പ്രതികൾ അടക്കമുള്ള ആളുകളുടെ ശിക്ഷാ ഇളവിനൊരു ശുപാർശ വന്നിട്ടുണ്ട് എന്നാണ്. ഈ സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അക്കാര്യത്തിൽ ശിക്ഷാ ഇളവിന് ഒരു തീരുമാനം മന്ത്രിസഭ എടുക്കാത്തിടത്തോളം കാലം ഇതൊരു രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് സർക്കാരിനെ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? അതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ നിരോധിതരായിട്ടുള്ള ആളുകളുടെ പേര് ഈ ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ട്. കാരണം ടി.പി. ചന്ദ്രശേഖരൻ കേസിനകത്തെ പ്രതികളായിട്ടുള്ള 3 ആളുകൾ അവർ ജയിൽ പൊതു അച്ചടക്കത്തിന് വിരുദ്ധമായി പെരുമാറുകയും ജയിലറെ തല്ലുകയും അവിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുകയും അവിടെ അതിക്രമങ്ങൾ കാണിക്കുകയും ചെയ്തതിന്റെ പേരിൽ അവരുടെ പേരിൽ FIR ഉണ്ട്. അങ്ങനെ FIR ഉള്ള ആളുകളെ വീണ്ടും എങ്ങനെ ഈ ലിസ്റ്റ് പെടുത്തും? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. രണ്ടാമത്തെ പ്രശ്നം, ഇവിടെ കോഴിക്കോട് സ്പെഷ്യൽ കോർട്ട് ശ്രീ പിഷാരടി ജഡ്ജ് അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനകത്ത് പറയുന്നു ഇവരെ വാടക കൊലയാളികളാണ്, ഇവരെ വാടകയ്ക്കെടുത്തതാണ് എന്ന് പറയുകയാണ്. സുപ്രീം കോടതി പറയുന്നു വാടക കൊലയാളികളെ ഒരിക്കലും അവർക്ക് ഇളവ് കൊടുക്കാൻ പറ്റില്ല, അവർ ഈ കാറ്റഗറിയിൽ വരുന്നതല്ല എന്നാണ് സത്യത. ബാക്കിയുള്ള 3-4 ഇനങ്ങളുണ്ട്. ഞാൻ അത് തൽക്കാലത്തേക്ക് വാദത്തിന് വേണ്ടി ഒഴിവാക്കുകയാണ്. അപ്പോ ഈ 2 കാര്യങ്ങളെ അതിലംഘിച്ചുകൊണ്ട് എങ്ങനെ അവരുടെ പേര് വന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. അതിനാണ് ഉത്തരം പറയേണ്ടത്. മാത്രമല്ല, ഞാനിവിടെ നിയമസഭയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചു, ഇങ്ങനെയുള്ള ടി.പി. ചന്ദ്രശേഖരൻ കേസിനകത്തെ പ്രതികൾ ഇതിനകത്തുണ്ടോ? സ്പെസിഫിക് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അദ്ദേഹം അതിന് ഉണ്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ലാതെ പറഞ്ഞു. ഞാൻ ചോദിച്ചു അവരെ പുറത്ത് വിടുമോ, അവർക്ക് ആനുകൂല്യം കൊടുക്കുമോ? അപ്പൊ അദ്ദേഹം ഡയറക്റ്റ് ആയിട്ടൊരു ഉത്തരം പറയുന്നില്ല. അപ്പൊ നിയമസഭയെ പോലും കോൺഫിഡൻസ് എടുക്കാതെ എന്തിന് ഇങ്ങനെ ഈ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് പോയി എന്നത് പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. ആ പ്രശ്നത്തിനാണ് നമുക്ക് ആൻസർ കണ്ടെത്തേണ്ടത്. തീർച്ചയായും. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഒന്ന്, മന്ത്രിസഭ അപ്രൂവ് ചെയ്ത പട്ടികയിൽ ഇവരുടെ പേരുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിപ്പോഴും അറിവില്ലല്ലോ. അത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDF സർക്കാരിൻ്റെ കാലത്തും സമാനമായ ശുപാർശ ഉണ്ടായിട്ടുണ്ട്, ഈ സർക്കാരിൻ്റെ കാലത്തും സമാനമായ ശുപാർശ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ശുപാർശ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് അതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണെന്ന് ആക്ഷേപിക്കാൻ കഴിയുമോ? അല്ലല്ല, ഇത് രണ്ടാണ്. ജയിൽ അഡ്വൈസറി കമ്മിറ്റി കുറെ ആളുകളുടെ പേര് അവരുടെ കയ്യിലുള്ള ചില പേരുകൾ ഇങ്ങോട്ട് കൊടുക്കാം. അതൊരു DIGയുടെ ലെവലിലെ ജയിലിലെ DIGയുടെ ഫലം മാത്രമേ വരൂ. അതൊന്നും ഇവിടെ ക്യാബിനറ്റ് വരില്ല, ക്യാബിനറ്റിൽ വരില്ല. ക്യാബിനറ്റിൽ കൂടെ അറിഞ്ഞ് പിന്നീട് അത് ഗവർണർക്ക് പോകാൻ പറ്റും. ഇവിടെ പരമാവധി വന്നാൽ ക്യാബിനറ്റിൽ എത്തുന്നത് ഇതിന്റെ നോംസ് എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് തീരുമാനിക്കൽ മാത്രമാണ്. ഇവിടെ നമ്മളുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവർക്കിപ്പോ ഇളവ് കൊടുത്ത് ഈ ഇളവുകളെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്ത് വരുമ്പോ അവർക്ക് മൊത്തമുള്ള വ്യക്തിയിൽ നിന്ന് വളരെ പകുതി പാർട്ടിയിൽ അവർക്ക് പുറത്തു പോകാൻ പറ്റും. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണങ്ങൾ ഉത്തർപ്രദേശിലുണ്ട്. അങ്ങനെ ഈ ഇളവുകൾ അല്ലെങ്കിൽ തന്നെ ഒരു ജയിലിന്റെ സൂപ്രണ്ടിന്റെ അവർക്ക് ഇളവ് കൊടുക്കുന്നതിനുള്ള അധികാരമുണ്ട്, ഒരു ചെറിയ പെർസെന്റേജ് വരെ. ആ സൂപ്രണ്ടിന് നേരിട്ട് ചെയ്യാം. ഇത് സ്പെഷ്യൽ ഇളവ് കൊടുക്കുകയാണ്. എങ്ങനെ? ഇവിടെ നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനം, അതിന് സ്പെഷ്യൽ ഇളവ് കൊടുക്കുക. അപ്പൊ ഇവർക്ക് ഇളവില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇവർക്കൊരു നേരത്തെ ഒരു ഇളവുണ്ട്, അത് സൂപ്രണ്ടിന്റെ തലത്തിൽ തന്നെ ആ ഇളവ് കിട്ടുന്നുണ്ട്. ആ ഇളവിന് പുറമെ സ്പെഷ്യൽ ഇളവിലേക്കാണ് ഇവരുടെ പേര് വരുന്നത്. ആ പേരിൽ ഒരു കാരണവശാലും ഇളവിനെ പരിഗണിക്കാത്ത ആളുകളുടെ പേര് എങ്ങനെ വന്നു എന്നുള്ളതാണ് താങ്കളും ഉന്നയിക്കുന്ന ചോദ്യം, കേരളവും സംശയിക്കുന്നതാണ്. ശ്രീ PM മനോജ്, സുനിയെയും കിർമാണി മനോജിനെയും ഒന്നും ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാകും, എനിക്കും ഇഷ്ടമില്ല. പക്ഷേ പ്രശ്നം ഇഷ്ടമില്ല എന്നുള്ളതല്ല. നോക്കൂ, എന്താണ് ഈ സ്പെഷ്യൽ റെമിഷൻ കൊടുക്കാനുള്ള
ഒന്നാമത്തെ മാനദണ്ഡമായി പറയുന്നത് ജയിൽ വകുപ്പ് പറയുന്നത്, ഞാൻ ആ വാർത്താക്കുറിപ്പ് വായിക്കാം. 1/11/2016 തീയതിയിൽ ശിക്ഷയിൽ കഴിയുന്ന നല്ല സ്വഭാവക്കാരായ തടവുകാരാകണം. ഈ ശിക്ഷാ കാലാവധിയിൽ സുനിയും മനോജും കൂട്ടാളികളുമൊക്കെ നല്ല സ്വഭാവമായിരുന്നോ ജയിലിൽ കാണിച്ചത്? ഒന്നാമത്തെ പ്രശ്നം. 2, വാടക കൊലയാളികൾ എന്ന് പറഞ്ഞത് അവർക്കെതിരെയുള്ള കേസുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ ആ ജഡ്ജ്മെൻറ്റിൽ ഇവരുടെ വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ടായിരുന്നില്ല, മറിച്ച് ടൂളുകളായിരുന്നു എന്ന വിധി പ്രസ്താവം നമ്മുടെ മുൻപിലുണ്ട്. അതുകൊണ്ട് അവരെ വാടക കൊലയാളികൾ എന്ന് വിളിക്കാം. അത് വസ്തുതാപരമായി വിളിക്കുന്നതാണ്, അതല്ലാതെ വ്യക്തിപരമായി വിളിക്കുന്നതല്ല. അപ്പോൾ ഈ 2 കാറ്റഗറിയും പാലിക്കാത്ത ആളുകൾ എങ്ങനെ ഈ സ്പെഷ്യൽ റിമിഷൻ അർഹരാകും? എനിക്കും സംശയമുണ്ട്. കാരണം നമ്മള് ഈ ഷാലു മേനോന്റെ വീട്ടിൽ പോയിട്ട് കരിക്ക് കുടിച്ച ഈ തിരുവനന്തപുരം രാധാകൃഷ്ണൻ മോശക്കാരാണ് രാഷ്ട്രീയമായിട്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് സാധാരണ രീതിയിൽ രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഈ കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അവര് ഈ പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന കോൺഗ്രസ് ഭരിച്ച രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗവൺമെന്റ് എന്തിനാണ് ഇവരുടെ പേര് ശുപാർശ ചെയ്യുന്ന അങ്ങനെ തന്നെ പറയട്ടെ. പക്ഷെ പിന്നീട് ജയിലുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ആ കേസ് അതേ കേസിൽപ്പെട്ട ചില ആളുകളെ ഒഴിച്ചു നിർത്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തിരുവനന്തപുരത്ത് അറിയുമെന്നറിയില്ല. ഇത്തരം കാര്യങ്ങളെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കൊടുത്ത ലിസ്റ്റ്, ആ ലിസ്റ്റ് കാലികമായിട്ട് സ്വാഭാവികമായി വന്ന പരിഷ്കരണമല്ലാതെ മറ്റൊരു കാര്യവും പിന്നീട് വന്ന ലിസ്റ്റിൽ ഉണ്ടായിട്ടില്ല. കാലികമായ പരിഷ്കരണം എന്ന് പറയുന്നത് ഇന്ന് കൊടുക്കുന്ന ലിസ്റ്റ് നാളെ ആകുമ്പോഴേക്ക് അതിൽ കാലാവധി പൂർത്തിയാക്കുന്നവരുണ്ടാവും, പൂർത്തിയാക്കാൻ പോകുന്നവരുണ്ടാവും. ഇങ്ങനെ അപ്പോൾ സ്വാഭാവികമായിട്ട് മാറ്റം വരും. കാരണം ഇന്ന് ജയിലിൽ ഇറങ്ങുന്നവരുടെ നാളത്തെ ലിസ്റ്റ് പെടുത്തേണ്ടതില്ലല്ലോ. അങ്ങനെയുള്ള സ്വാഭാവികമായ നടപടിക്രമമല്ലാതെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഏതെങ്കിലും തരത്തിൽ ഇതിൽ കൂട്ടിച്ചേർക്കലോ ഒഴിവാക്കലോ നടത്തിയിട്ടില്ല. അല്ല, അങ്ങനെ കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടില്ല എന്ന് എങ്ങനെ പറയും പി എം മനോജ്? ഒറ്റ കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. ശരി, 2016 ഫെബ്രുവരിയിൽ തയ്യാറാക്കിയ UDFന്റെ ലിസ്റ്റാണ് എന്ന് പറയുന്നുവല്ലോ. നിസാം പിന്നെ എങ്ങനെ വന്നു? നിസാം ശിക്ഷിക്കപ്പെടുന്നത് 2016 ജനുവരി 22-നാണ്. ശിക്ഷിക്കപ്പെട്ട് 7 ദിവസത്തിനുള്ളിൽ ഒരാൾ ജയിൽ ഇളവിന്റെ പട്ടികയിൽ ഇടം നേടുക എന്ന് പറഞ്ഞാൽ അത്ഭുതാവഹമാണ്. അഭിലാഷേ, ഇത് ഇന്ന് വരുന്ന ലിസ്റ്റ് നാളെ ആകുമ്പോഴേക്ക് മാറും. കാരണം ഇന്ന് ശിക്ഷിക്കപ്പെടുന്ന ആളല്ലേ നാളത്തെ ലിസ്റ്റിൽ വരൂ. അതായത് ശിക്ഷ, ശ്രീ പി മനോജ് അതൊന്നുകൂടി വിശദീകരിക്കണം. ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ജനുവരി 22-ാം തീയതി ശിക്ഷിക്കപ്പെട്ട നിസാം എന്ന് പറയുന്ന ആൾ ഫെബ്രുവരി 17-ാം തീയതി ആകുമ്പോൾ ശിക്ഷാ ഇളവിനുള്ള പട്ടികയിൽ ഇടം പിടിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ് വിശദീകരിക്കാനാവുക? ഞാനെന്ന് പറഞ്ഞോട്ടെ, ഇപ്പോഴ് റിപ്പോർട്ടർ ചാനലിലും മറ്റു ചാനലുകളിലുള്ള മുഴുവൻ ആളുകൾക്ക് ശമ്പള വർധന നടപ്പാക്കുമെന്നൊരു തീരുമാനം വരുമ്പോ ഇന്ന് നിലവിലുള്ള ആളുകളാണ്, ഇന്നലെ വരുന്ന ആളല്ല വരിക. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഏതെങ്കിലും തരത്തിൽ അപാകം വന്നിട്ടുണ്ടെങ്കിൽ ആ അപാകം കൃത്യമായി ചൂണ്ടിക്കാണിച്ച് അതിനെതിരെ നടപടി എടുക്കണം. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നതിന് ശേഷം കൃത്യമായ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് നിസാമിനെയോ അല്ലെങ്കിൽ അല്ല, ഇതിൽ ശ്രീ പി എം മനോജ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ ഇരിക്കുമ്പോൾ കേരള പിറവിയുടെ വജ്ര ജൂബിലി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ റിമിഷൻ കൊടുക്കാൻ തീരുമാനിക്കുകയും അതിന്റെ മാനദണ്ഡം തീരുമാനിക്കുകയും അതനുസരിച്ച് ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ലിസ്റ്റ് സ്ക്രൂട്ടനൈസ് ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു പ്രക്രിയ ഉണ്ടായിരുന്നു. നമ്മൾ പഴയ കാലത്തേക്കല്ല പോകുന്നത്. ശരി, ഇനി കഴിഞ്ഞ സർക്കാരിന്റെ ലിസ്റ്റ് അതേമാതിരി കൊടുക്കാനാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ എക്സസൈസിന് പോകുന്നത്? അങ്ങനെയല്ല, കഴിഞ്ഞ സർക്കാരിന്റെ ലിസ്റ്റ് അതേപടി കൊടുക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ സർക്കാർ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടായിരുന്ന തടവുകാരല്ല ഈ സർക്കാർ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാവുക. അവർ പല ആളുകളും ശിക്ഷാകാലാവധി കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ടാവും, പല ആളുകൾക്കും പല ആളുകൾ മരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ അപ്പൊ ഓരോ ദിവസം തയ്യാറാക്കുമ്പോൾ ഓരോ ലിസ്റ്റാണ്. അല്ല, ആ ലിസ്റ്റിലാണ് ശ്രീ പി എം മനോജ് മുഹമ്മദ് നിസാം ജീവപര്യന്തം തടവിനും പിന്നെ അതിന് കൂടെ അഡീഷണലായി 25 കൊല്ലത്തെ തടവിനും ശിക്ഷിക്കപ്പെട്ട ആൾ. ശിക്ഷിക്കപ്പെട്ട് കുറേ നാളായ ആളല്ല, ഈ കഴിഞ്ഞ തൊട്ട് മുൻ വർഷത്തെ ജനുവരി മാസത്തിൽ ശിക്ഷിക്കപ്പെട്ട ആൾ അതിൽ ഇടം പിടിക്കുന്നത്. അതെങ്ങനെ കഴിഞ്ഞ സർക്കാരിന്റെ ലിസ്റ്റിൽ ഉണ്ടാകും? അദ്ദേഹം ശിക്ഷിക്കപ്പെട്ട് 2 ആഴ്ചയാകുന്നുള്ളൂ ആ പറയുന്ന ആരോപിക്കപ്പെടുന്ന ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ. നിസാമിന്റെ പേര് ജയിൽ വകുപ്പ് കൊടുക്കുമ്പോ അയാൾക്കെതിരെ കാപ്പ ചുമത്തിയിട്ട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കാപ്പ ചുമത്തിയപ്പോ അയാളുടെ പേര് ഒഴിവാകുന്നു. അതുപോലെ തന്നെയാണ് ഈ കേസ് കൊലപാതകമാണോ, നികുതി വെട്ടിപ്പാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തട്ടിപ്പാണോ എന്ന് നോക്കിയിട്ടല്ല ശിക്ഷിക്കപ്പെട്ട കാലാവധി. ആ കാലാവധിക്കനുസരിച്ച് കുറ്റവാളിയുടെ സ്വഭാവം, കുറ്റകൃത്യത്തിന്റെ സ്വഭാവം, അതിനനുസരിച്ചാണ് ഓരോ തരത്തിലും ശിക്ഷാ ഇളവ് നൽകുന്നത്, റെമിഷൻ നൽകുന്നത്. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ശരി, സ്വാഭാവികമായി സംഭവിക്കുന്നതാണെന്ന വാദം എനിക്ക് മറ്റ് അതിഥികളിലേക്ക് പോകേണ്ടതുണ്ട്. പക്ഷേ ഈ തർക്കം തീർത്തതിന് ശേഷം മാത്രം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ
സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അതായത് ഈ കുറ്റവാളിയുടെ പണം എത്ര, അയാളുടെ ജാതി എന്താണ്, മതം എന്താണ്, രാഷ്ട്രീയം എന്താണ്, സ്വാധീനം എന്താണ് എന്നൊക്കെ നോക്കാതെ എല്ലാ കുറ്റവാളികളെയും അവരുടെ കുറ്റം, അവർക്ക് ലഭിച്ചിരിക്കുന്ന ശിക്ഷാ കാലയളവ് തുടങ്ങിയ കാര്യങ്ങൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തി സ്വാഭാവികമായി ജയിൽ അഡ്വൈസറി സമിതിയുടെ ശുപാർശ, അതിനുശേഷം നടപടിക്രമങ്ങൾ, പിന്നെ തീരുമാനം. ഇങ്ങനെയാണോ കേരളത്തിൽ നടക്കുന്നത്? അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. എനിക്കിട്ട് പതുക്കെ ഒന്ന് തോണ്ടിയിട്ട് എന്റെ മേലൊരു ഒരു ആതിഥ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രീ മനോജ് ശ്രമിച്ചു. മനോജിന്റെ വീട്ടിൽ വന്ന് ഞാനൊരു ആതിഥ്യ മര്യാദയോട് കൂടി അവിടെ ഇത്തിരി വെള്ളം എനിക്ക് തന്നാൽ ആര് തന്നാലും ഞാനത് കുടിക്കും. മനോജ് വീട്ടിന് പുറത്തിറങ്ങി വെള്ളം കുടിക്കാത്ത ആളാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുടിക്കുന്ന വെള്ളം എന്തായാലും ഭംഗിയായിട്ടത് ഞാൻ അതൊക്കെയാണ് എന്റെ കൾച്ചർ അതാണ്, എന്റെ സംസ്കാരം അതാണ്. അതുകൊണ്ട് ആ വെച്ച് എനിക്ക് എന്റെ പേരിൽ ആത്മഹത്യ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, അത് അവിടെ ഇരുന്നോട്ടെ. നമ്പർ 1. അത് അടുത്തത് ഇവിടെ ശിക്ഷാ കാലാവധി ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്പെഷ്യൽ റിസർച്ചിന് വേണ്ടി ജയകൃഷ്ണ മാസ്റ്ററുടെ വധം, ആ വധത്തിനകത്തെ പ്രതിക്ക് എങ്ങനെയാ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് പുറത്തിറക്കിയത്? ആ പുറത്തിറക്കിയത് ഈ പറയുന്ന ഈ റിസംഷൻസ് എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്ത് അവസാനം വന്നപ്പോ 14 കൊല്ലം വിധിച്ചാലും 6.5 കൊല്ലം ആകുമ്പോൾ അവർക്ക് പുറത്തു പോകാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തരുത് എന്ന് നമ്മൾ പറഞ്ഞാൽ കൊലപാതകയ്ക്ക് അനുകൂലമായിട്ട് എന്തിനാ വാദിക്കുന്നത്? മനോജിനെ പോലെ ഒരു നല്ല പത്രപ്രവർത്തകൻ ഒരു കൊലപാതകയ്ക്ക് അനുകൂലമായിട്ട് ഇങ്ങനെ വാദിക്കുന്നത് ശരിയാണോ? ശ്വാസം വിടാതെയാണല്ലോ ഒരു കൊലപാതകയ്ക്ക് അനുകൂലമായിട്ട് വാദിക്കുന്നത്. അത് ശരിയല്ല. ഈ ലോകം മുഴുവൻ ഫൽസിച്ചതല്ലേ ഇത്? CPM ഫൽസിച്ചതല്ലേ ഈ കൊലപാതകത്തെ? അങ്ങനെയാണെങ്കിൽ പിന്നെ ആ കൊലപാതകങ്ങൾക്ക് അനുകൂലമായി ഒരു വാദം കൊണ്ടുവരുന്നത് ശരിയാണോ? അതുകൊണ്ട് അവർക്ക് ആനുകൂല്യം കൊടുക്കരുത്. അത് തന്നെയാണ് അവർ. എങ്കിൽ പിന്നെ കോടതി വിധിച്ച വിധിയെ പോലും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇത് കൊടുത്തേ മതിയാകൂ എന്ന് വാശിയെടുക്കുന്നതിന് വേണ്ടി എന്ത് ശക്തിയാണ് പ്രേരിപ്പിച്ചത്? ശരി, അത് നമുക്ക് അന്വേഷിക്കാം. ദയവായി തുടരണം. ശ്രീമതി ശോഭ സുരേന്ദ്രൻ, താങ്കളിലേക്ക് എത്താൻ വൈകിയതിൽ ദയവായി ക്ഷമിക്കണം. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു? ഒന്ന്, ഈ സാധാരണ നിലയ്ക്ക് ജയിലിൽ നിന്ന് ഓരോരോ വിശേഷാവസരങ്ങൾ ഉണ്ടാകുമ്പോൾ ശിക്ഷ ഇളവ് എന്നുള്ള പദവ് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായ ഒരു പട്ടിക വരുന്നു. ആ പട്ടികയിൽ അനർഹരുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. പക്ഷേ ആ അനർഹരൊക്കെ അന്തിമ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. അത് സർക്കാർ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ രാഷ്ട്രീയ താല്പര്യങ്ങൾ, ബാഹ്യ താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇവിടെ ഈ 1911 പ്രതികളിൽ, നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രതികളിൽ ജയിലിൻ്റെ ചട്ടങ്ങളോ ജയിൽ മാനുവലോ അംഗീകരിച്ചുകൊണ്ടോ പാലിച്ചുകൊണ്ടോ അല്ല ഇത്തരത്തിലുള്ള ആളുകളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുള്ളത്. അതിനകത്ത് എനിക്ക് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂരിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, അങ്ങ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. അതിനെ തുടർന്ന് ശ്രീമാൻ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ഒരു ലിസ്റ്റ് ആ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള കൊടും ക്രിമിനലുകളും കുറ്റവാളികളും ആ കാലഘട്ടത്തിൽ ലിസ്റ്റിൽ കയറി കൂടിയിരുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായാലും അതിനകത്തുള്ള ചില ക്രിമിനലുകൾ എന്തായാലും കോൺഗ്രസ് ഭരണകൂടത്തെ സഹായിക്കാനുള്ള ആളുകളാണ് എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷേ ഇവിടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ക്രിമിനലുകൾ ആ ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇവിടത്തെ മുൻപ് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവും ശ്രീമാൻ കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കൊടുത്ത ലിസ്റ്റ് കഴിഞ്ഞ കാല ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ സർക്കാർ അവർ ആ ലിസ്റ്റ് അംഗീകരിച്ചു എന്നാണ് അതിനർത്ഥം. ജയിലിനൊരു ഉപദേശക സമിതിയുണ്ട്. 3 നമ്മുടെ തിരുവനന്തപുരത്തും അതുപോലെ തന്നെ വിയ്യൂരിലും ഉൾപ്പെടെയുള്ള വലിയ സെൻട്രൽ ജയിലുകൾ 3 52ഓളം ജയിലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ജയിലുകൾക്കകത്ത് കഴിയുന്ന ആളുകളുടെ പ്രവർത്തനത്തെ നിരീക്ഷിക്കാനും നിയമങ്ങൾ പാലിക്കാനും വേണ്ടി ഒരു ജയിൽ സൂപ്രണ്ട് ഉണ്ട്. ഈ ജയിൽ സൂപ്രണ്ട് എന്ന് പറഞ്ഞാൽ അതത് കാലത്ത് ഭരണകൂടം ഏതാണോ ഭരിക്കാൻ വേണ്ടിയിട്ട് വരുന്നത് അവരുമായിട്ട് ചേർന്ന് നിൽക്കാൻ മാത്രം ബാധ്യതപ്പെട്ടവരാണ് ജയിൽ സൂപ്രണ്ടുമാര്. അതുകൊണ്ട് ഉപദേശക സമിതിയുണ്ട്. നോക്കൂ, ഏതാ ഉപദേശക സമിതി? കണ്ണൂരിലുള്ള P ജയരാജനാണ് ഒരു ഉപദേശക സമിതി മെമ്പർ. ആ P ജയരാജൻ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കിർമാണി മനോജ് ഉൾപ്പെടെയുള്ള ക്രിമിനലുകളെ പുറത്തിറക്കിയില്ലെങ്കിൽ അതിലെ ഗൂഢാലോചകനായിട്ടുള്ള ജയരാജൻ അകത്ത് കിടക്കേണ്ടി വരില്ലേ?
അപ്പൊ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമായിരിക്കുമെന്ന. പക്ഷെ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഴുവൻ പ്രതികളെയും പിടിക്കാൻ ആ ഗവൺമെന്റിന് സാധിച്ചോ? ആ കേസ് അന്വേഷണം ഈ കൊടും ക്രിമിനലുകളിലേക്ക് എത്തിയതിനു ശേഷം ആരാണ് ക്രിമിനലുകളെ വാടകയ്ക്കെടുത്തത് എന്ന് മടങ്ങിയെത്താം. ശ്രീ SR ശക്തിധരൻ, ഇവിടെ ജയിലുകളിൽ നിന്ന് ജയിൽ ഉപദേശക സമിതികളും ജയിൽ സൂപ്രണ്ടുമാരും ശുപാർശ ചെയ്യുകയും ജയിൽ വകുപ്പ് അത് ക്രോഡീകരിച്ചൊരു ലിസ്റ്റാക്കുകയും ചെയ്തത് ആഭ്യന്തര വകുപ്പിന് കൊടുത്തു എന്നുള്ള കാര്യത്തിലല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ആ പേരുകൾ സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ച് ഗവർണർക്ക് കൊടുത്തിട്ടുണ്ടോ, അത് മനസ്സിലാക്കിയാണോ ഗവർണർ അത് തിരിച്ചയച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ പേരുകൾ സർക്കാർ ഇളവ് നൽകാൻ, അതായത് മന്ത്രിസഭ ഇളവ് നൽകാൻ തീരുമാനിച്ചവരിൽ ഇല്ലെങ്കിൽ അത് വിശദീകരിക്കേണ്ടേ? ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ ആ ചോദ്യം ചോദിച്ചു. മുഖ്യമന്ത്രി അന്ന് ഓർമ്മയില്ല എന്ന മറുപടിയാണ് നൽകിയത്. ഈ നിമിഷം വരെയും സർക്കാർ എന്താണ് എന്ന് വിശദീകരിച്ചിട്ടില്ല. ഇതല്ല യഥാർത്ഥത്തിലുള്ള പട്ടികയെങ്കിൽ ഈ പട്ടികയിലുള്ള എല്ലാവരും 61 പേരെ ഒഴിവാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്നു. ആ 61 പേരിൽ ഈ ടി.പി. കൊലപാതകികളും നിസാമും മറ്റുള്ളവരും ഒന്നും ഇല്ലെങ്കിൽ ആ ലിസ്റ്റ് സർക്കാർ പുറത്തുവിടണ്ടേ? അല്ല, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു സംവാദം സൃഷ്ടിക്കുന്നതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? ഈ സംഭവം കുറേ നാളുകൾക്ക് മുമ്പ് നിയമസഭയിൽ വരികയും അതുപോലെ തന്നെ അത് ചർച്ചയാകുകയും ചാനലുകളിൽ തന്നെ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ മുതൽ ഒരു ഭൂകമ്പം പോലെ ഈ സംഭവം വീണ്ടും ആവർത്തിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ത്, അതിൻ്റെ ലക്ഷ്യമെന്ത്, അതെന്ത് കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടി നമ്മൾ ഈ സന്ദർഭത്തിൽ ഒന്ന് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ലിസ്റ്റിനകത്ത് ആരെല്ലാമുണ്ട്, എന്തെല്ലാമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വലിയ തർക്കം നടക്കുകയാണ്. ഇന്നിപ്പോൾ വൈകുന്നേരമാകുമ്പോഴേക്കും ഇറങ്ങുന്നൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്ത ലിസ്റ്റാണെന്നും ആ ലിസ്റ്റിനകത്താണ് ഈ പേരുകൾ ഉള്ളതെന്നും. അല്ല, അങ്ങനെയല്ല ശ്രീ SR ശക്തിധരൻ. ഇത് ഒരു രാഷ്ട്രീയ താല്പര്യപ്രകാരം വന്ന ഒരു വാർത്ത എന്നുള്ള നിലയ്ക്കല്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിരുന്നു ജയിൽ വകുപ്പിന്. ആ അപേക്ഷ പരിഗണിച്ച് ജയിൽ വകുപ്പിന്റെ മറുപടി ഇന്നാണ് കിട്ടിയത്. ഇന്ന് ആ വിവരാവകാശ മറുപടി കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഇത് വാർത്തയും ചർച്ചയാകുന്നത്. അതൊന്നാമത്തെ കാര്യം. 2, UDF കാലത്തെ ലിസ്റ്റ് അല്ല മാധ്യമങ്ങളിൽ വന്നിരിക്കുന്നത്. 17/10/2016 ഈ സർക്കാരിൻ്റെ കാലത്ത് ജയിൽ വകുപ്പ് ആഭ്യന്തര വകുപ്പിന് നൽകിയ ലിസ്റ്റാണ് ഈ ലിസ്റ്റ്. ഇതേ പേരൊക്കെ ഉള്ള ലിസ്റ്റ് മുൻപും, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന് എതിരായി വാദിക്കാൻ കഴിയുന്ന ഒരു വാദം. അതിനപ്പുറത്ത് ഈ ലിസ്റ്റ് ഉള്ളതാണ്, ഈ സർക്കാരിൻ്റെ ലിസ്റ്റാണ്. ഈ ലിസ്റ്റിന്മേൽ സർക്കാർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വിശദീകരിച്ചിട്ടുമില്ല ഇതുവരെ. അതെ, അത് ഇന്നല്ലേ ഇപ്പോൾ ഈ വിവരാവകാശ പ്രകാരം ഈ കാര്യം വന്നിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള വിശദീകരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് നോക്കാം. എന്നിട്ട് വന്നില്ലെങ്കിൽ പോരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും ഇതുപോലുള്ള ചർച്ചകളും എന്നാണ് ഞാൻ ചോദിച്ചത്. വെറുതെ എന്തിനാണ് നമ്മൾ വെറുതെ ഇവിടെ കിടന്ന് വ്യായാമം നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യം മാത്രമേ ഞാൻ ഈ കാര്യത്തിൽ ഉന്നയിച്ചിട്ടുള്ളൂ. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഏതെല്ലാം തരത്തിലുള്ള ശക്തികളാണ് പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. ഇത് കൊടുക്കുന്നതിന്, ഇങ്ങനെ ഇളവ് കൊടുക്കുന്നതിനുള്ള ചില ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് നേരത്തെ തന്നെ ജയിൽ മേലധികാരിയിൽ നിന്ന് അത്തരത്തിലുള്ള മാനദണ്ഡം വന്നതാണ്, എങ്ങനെ ഉള്ള ആളുകൾക്കൊക്കെയാണ് ഇത് കൊടുക്കേണ്ടതെന്ന്. അതിന് വിപരീതമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ചർച്ച ചെയ്യപ്പെടണം. അതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ളത് തർക്കമറ്റ കാര്യമാണ്, അതിലൊന്നും സംശയമില്ല. പക്ഷേ ഇവിടെ ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ SR ശക്തിധരൻ, ശ്രീമതി KK രമ, ഒന്ന്, DP കൊലപാതക കേസിലെ പ്രതികൾ നിയമപരമായി ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാമോ എന്ന പ്രശ്നം നേരത്തെ ശ്രീ PM മനോജ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് അക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്ന്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും ജയിൽ ഉപദേശക സമിതികൾ ഇവരുടെ പേര് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്തതുകൊണ്ട് ഇവർ
ശിക്ഷാ ഇളവിന് യോഗ്യരാണ് എന്ന് കരുതാമോ? അതല്ല എങ്കിൽ ഇപ്പോൾ വാടക കൊലയാളികളെ ഒഴിവാക്കണം എന്ന മാനദണ്ഡം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ മാനദണ്ഡം രൂപീകരിച്ചേ പറ്റൂ, കാരണം സുപ്രീം കോടതിയുടെ ഉത്തരവ് അങ്ങനെയാണ്. വാടക കൊലയാളികൾ എന്ന് വിളിക്കാൻ നമ്മുടെ മുൻപിൽ ആധാരമായി ഒരു കോടതി വിധി തന്നെ ഉള്ളപ്പോൾ അവർ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അത് ബാഹ്യ താല്പര്യം മൂലമായിരിക്കും എന്നാണോ കരുതുന്നത്? അതാണോ നേരത്തെ പറഞ്ഞത്? അതെ, തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതിയുടെ ചട്ടത്തിൻ്റെ നേർലംഘനമാണ്. ആ സുപ്രീം കോടതിയിലെ ചട്ടത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊന്ന് പ്രധാനപ്പെട്ടതാണ് ഈ വാടക കൊലയാളികൾക്ക് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഇളവ് അനുവദിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സുപ്രീം കോടതിയുടെ ചട്ടം പോലും ലംഘിച്ച് ഇത് ഇത് ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ടെങ്കിൽ അതിനിവിടുത്തെ ആഭ്യന്തര വകുപ്പിനാണ്, ആഭ്യന്തര മന്ത്രിക്കാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഇവിടുത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ് അതിന് താല്പര്യം, കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിക്കാണ് അതിന് താല്പര്യം, CPM നേതൃത്വത്തിനാണ് താല്പര്യം. ഞാൻ പറഞ്ഞല്ലോ, അതിന് താല്പര്യം കാണിക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നുമല്ല. ഈ പ്രതികളെ രക്ഷിച്ചിട്ടില്ലെങ്കിൽ ഈ പ്രതികൾ പറയുന്ന കാര്യങ്ങൾ ഈ നേതൃത്വത്തിനെതിരായിട്ട് മാറും. ഈ നേതൃത്വത്തിലേക്ക് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിരൽ ചൂണ്ടും എന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ളത് കൊണ്ടാണ്, കൃത്യമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് അവർ ആ രൂപത്തിലേക്കുള്ള ഇവരെ പുറത്തു വിടാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ്. അത് മാത്രമല്ല അഭിലാഷ്, ഒറ്റ കാര്യം കൂടി, ഈ ആഭ്യന്തര വകുപ്പ് സത്യത്തിൽ ഇത്തരത്തിൽ ക്രിമിനലുകളെ രക്ഷിക്കുന്ന, മാഫിയകളെ രക്ഷിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ് ഈ രൂപത്തിൽ ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് എനിക്കൊന്ന്. ആഭ്യന്തരമന്ത്രി സത്യത്തിൽ ഒഴിയുകയാണ്. ഈ ആഭ്യന്തര വകുപ്പ് ഒരു കാരണവശാലും ഈ രൂപത്തിൽ തുടർന്നു പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അർഹതയില്ല. ഈ ക്രിമിനലുകളെ രക്ഷിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പിന് ഈ നാടിന് ആവശ്യമില്ല. ശരി ശരി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ സർക്കാരിനെതിരെ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിക്കാൻ മാത്രം ഈ വിഷയത്തിൽ വസ്തുതയുണ്ടോ? ഇപ്പോൾ തടവുകാർക്ക് ഇളവ് നൽകുക എന്നുള്ളത് എല്ലാ സർക്കാരുകളുടെ കാലത്തും ഉണ്ടായിട്ടില്ലേ? ഇവിടെ താങ്കൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. 12/8/2015 UDF സർക്കാർ ശിക്ഷാ ഇളവിന് തീരുമാനിച്ചിരുന്നു, അതിന് മാനദണ്ഡം തീരുമാനിച്ചു, അതിനുശേഷം ലിസ്റ്റ് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ തീരുമാനമായില്ല, അത് വേറെ കാര്യം. എങ്കിലും അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഈ ചർച്ചയിൽ തന്നെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജയിൽ ഉപദേശക സമിതികളുടെ ശുപാർശകൾ, ശിക്ഷാ ഇളവ് സംബന്ധിച്ചുള്ള ശുപാർശകൾ നിങ്ങൾ ഭരിക്കുന്ന കാലത്തും ആഭ്യന്തര വകുപ്പിന് കിട്ടിയിട്ടുണ്ട്. അത് സർക്കാർ ഏത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ശുപാർശകൾ വരുന്നതിൽ രാഷ്ട്രീയ താല്പര്യം അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടിയുടെ താല്പര്യം ഒക്കെ എങ്ങനെ ആരോപിക്കാൻ സാധിക്കും? നമ്മുടെ ഈ ജയിൽ എന്ന് പറയുന്നത് ഒരു കറക്ഷണൽ ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ ഇളവ് കിട്ടാനുള്ള അർഹതയുണ്ട്. പക്ഷെ ആ ഇളവ് കിട്ടണമെങ്കിൽ, ആ ലിസ്റ്റിൽ വന്ന് പെടണമെങ്കിൽ അതേ രൂപത്തിലുള്ള പെരുമാറ്റം ഉണ്ടാവണം. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, ഇവരുടെ മൊത്തം റിസംഷനെ നമ്മൾ എതിർക്കുകയല്ല. അതിനുള്ള അവർ ജയിൽ മാനുവലിനനുസരിച്ച് അവർക്കത് കിട്ടാനുള്ള അധികാരമുണ്ട്, അവർക്കത് ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു ക്രൂരമായ കൊലപാതക കേസിനകത്തെ പ്രതിക്ക് അതിന്റെ ആനുകൂല്യം കിട്ടുമോ? അതല്ലെന്നുവരികിൽ ഇതുപോലെയുള്ള ഒരു തെറ്റ് കോടതി തന്നെ വിധിച്ചിട്ടുള്ള വിധിക്ക് വിരുദ്ധമായിട്ട് ഈ ആനുകൂല്യം കിട്ടുമോ? ആ ചോദ്യത്തിനൊന്നും ഉത്തരമില്ല. നേരത്തെ ഇവിടെ ശ്രീമതി ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഒരു കാര്യം, ഇതുപോലുള്ള കൊലക്കേസുകൾ ഇനി ഉണ്ടാകരുത്. ഉണ്ടായിട്ടില്ല. ഉണ്ടാകാതെ ഒരു വർഷക്കാലം കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് അവിടെ ഇരിക്കുന്ന മറ്റ് സഹോദരന്മാരുമായിട്ട് ആലോചിച്ച് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. നമ്മള് നീതിക്ക് വേണ്ടി, നമ്മളല്ല രാഷ്ട്രീയത്തിന് വേണ്ടി ചെയ്തതല്ല, നമ്മളിത് നീതിക്ക് വേണ്ടി, നീതി ആഗ്രഹിക്കുന്ന കേരള ജനതയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള പ്രവർത്തനം. ആ പ്രവർത്തനത്തിൽ ഒത്തിരി റിസ്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങളും കുറെ കുറ്റപ്പെടുത്തി, CPM ഞങ്ങളെ കുറ്റപ്പെടുത്തി, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി. പക്ഷേ ഒരു നേർരേഖയുണ്ട്, നീതിയുടെ നേർരേഖ. ആ നേർരേഖയിലൂടെ തന്നെ നമ്മൾ പോയി നമ്മുടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചോളം യാതൊരു കാരണവശാലും ഇവർക്കതിന് അർഹതയില്ല. ഇപ്പൊ CPMന്റെ സാധാരണഗതിയിൽ ശൈലിയുണ്ട്, ഏത് കാര്യം വന്നാലും അത് ജനറലൈസ് ചെയ്യുക, അത് അങ്ങ് പൊതുവൽക്കരിക്കുക, എന്നിട്ട് ഇത് നിസാരവൽക്കരിച്ച് തള്ളുക. ഈ കേസ് അങ്ങനെ ചെയ്യാൻ പറ്റുന്നതല്ല. ശരി, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ PM മനോജ്, നമ്മൾ വസ്തുതകളിലേക്ക് വരികയാണെങ്കിൽ രാഷ്ട്രീയമായ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ശരി, UDF സർക്കാരിൻ്റെ കാലത്തും ശുപാർശകൾ ഉണ്ടായിരുന്നു, നിങ്ങളുടെ സർക്കാരിൻ്റെ കാലത്തും ശുപാർശകൾ ഉണ്ടായിട്ടുണ്ട്. ആരെ ശുപാർശ ചെയ്തു എന്നുള്ളതിനപ്പുറത്ത്
എന്തു തീരുമാനിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. ഈ ശുപാർശകൾ പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിരുന്നു. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി, നിയമവകുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി, ജയിൽ DIG, ഈ 3 പേർ ഇത് സ്ക്രൂട്ടിനി ചെയ്ത് ഇതിൽ 61 പേരുകൾ വെട്ടിക്കുറച്ച് അങ്ങനെ ഒരു പട്ടിക ഉണ്ടാക്കി. അതാണ് ഗവർണർക്ക് നൽകിയത്. ആ ഗവർണർക്ക് നൽകിയ പട്ടിക 28/12/2016 മന്ത്രിസഭാ യോഗം അംഗീകരിച്ചതാണ്. 28/12/2016 മന്ത്രിസഭാ യോഗം അംഗീകരിച്ച പട്ടിക പുറത്തു വരുന്നതിൽ എന്തിനാണ് സർക്കാരിന് താല്പര്യമില്ലാത്തത്? അതല്ല, ഈ രമയുടെ കെ രമയുടെ വികാരം മനസ്സിലാക്കാം. കാരണം അവർക്ക് CPM-നെയും പിണറായി വിജയനെയും തകർക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവാം. അത് ഏത് തരത്തിലും അവര് സാധിക്കാൻ ശ്രമം ഉണ്ടാവും. പക്ഷെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന മനുഷ്യൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം ഈ അഭിഭാഷകൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഇത്രയും വ്യാജമായ പ്രസ്താവന നടത്തുന്നത് എങ്ങനെയാണെന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ രാഷ്ട്രീയ സഹ പ്രവർത്തകനാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ കൊടുത്ത ലിസ്റ്റ്, ആ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന പേരുകളെ കുറിച്ചാണ് നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പൊ പരിഹാസ്യമായ വാദങ്ങൾ ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ ഒരു കേസ്, ഞാൻ പറഞ്ഞല്ലോ, തിരുവഞ്ചൂരിന് താല്പര്യമില്ലാത്ത കേസുണ്ടാവാം, അല്ലെങ്കിൽ രമയ്ക്ക് താല്പര്യമുള്ള കേസുണ്ടാവാം, PM മനോജിന് താല്പര്യം ഇല്ലാത്ത കേസുണ്ടാവാം. ഈ കേസുകളൊക്കെ നിയമത്തിന്റെ മുന്നിൽ എന്നാണല്ലോ പരിശോധിക്കപ്പെടുന്നത്. അങ്ങനെ പരിശോധിച്ചിട്ടാണല്ലോ രമേശ് ചെന്നിത്തലയുടെ പോലീസ്, ഉമ്മൻചാണ്ടിയുടെ ഭരണം ആ ഭരണകാലത്ത് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് സുപ്രീം കോടതിയുടെ പ്രത്യേക മാനദണ്ഡങ്ങൾ, അത് രാജീവ് ഗാന്ധി വധക്കേസുമായി ബന്ധപ്പെട്ട് വന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. 1 വർഷത്തേക്ക് 161 അനുസരിച്ചിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരം തന്നെ റദ്ദ് ചെയ്തിരുന്നു സുപ്രീം കോടതി. അത് കഴിഞ്ഞ് വീണ്ടും, അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പറഞ്ഞ ഈ 2000 ചില്ലുവാനം ആളുകളുടെ ലിസ്റ്റ് അന്ന് അംഗീകരിക്കപ്പെടാതെ പോയത്. അത് കഴിഞ്ഞ് വീണ്ടും ലിസ്റ്റ് വരുന്നു, ആ ലിസ്റ്റ് പുതുക്കുന്നു, നിയമപരമായി പുതുക്കുന്നു. അല്ല, ഞാൻ ചോദിച്ച ചോദ്യം ശ്രീ PM മനോജ്, ഒരു സെക്കൻഡ്, ഞാൻ ചോദിച്ച ചോദ്യം, ശരി, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലത്തും രമേശ് ചെന്നിത്തലയുടെ കാലത്തും ഒക്കെ ലിസ്റ്റ് ഉണ്ടായിട്ടുണ്ടാകും. പക്ഷേ ആ ലിസ്റ്റ് മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് പോയിട്ടില്ലല്ലോ. ആ ഗവർണർക്ക് പോയ പട്ടികയെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി ഷീല റാണി, നിയമവകുപ്പ് ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ, ജയിൽ DIG B പ്രദീപ് എന്നിവർ അംഗങ്ങളായ സ്ക്രൂട്ടിനി കമ്മിറ്റി അംഗീകരിച്ച 1850 പേരുടെ പട്ടികയുണ്ടല്ലോ. ആ പട്ടികയിൽ ആരൊക്കെയാണുള്ളത് എന്ന് എന്തുകൊണ്ട് കേരളം അറിഞ്ഞുകൂടാ? തീർച്ചയായും അത് അറിയണമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം അറിയണമെങ്കിൽ നിങ്ങൾ വിവരാവകാശം അനുസരിച്ചിട്ടാണല്ലോ ഇപ്പൊ ഇത് കൊണ്ടുവന്നത്. അടുത്ത ഘട്ടത്തിൽ അതും കൊണ്ടുവരണം. അല്ല, അത് ചോദിച്ചിരുന്നു, വിവരാവകാശം അനുസരിച്ച് ചോദിച്ചപ്പോൾ നൽകാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതായത് ഞാൻ പറയട്ടെ, ഇന്ത്യ സ്വതന്ത്രമായിട്ട് എത്ര വർഷമായി? കേരളത്തിൽ എത്ര ഗവൺമെന്റ് ഉണ്ടായി? ഇതുവരെ നിങ്ങൾ ഏതെങ്കിലും ഒരു ലിസ്റ്റ്, ഇത്ര ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ടോ? അല്ല, അതല്ല ശ്രീ PM മനോജ്, ഇതേ ചോദ്യം, അതായത് ഈ 1850 പേരുടെ ലിസ്റ്റ് തരണം എന്ന ചോദ്യം വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചിരുന്നു ആഭ്യന്തര വകുപ്പിന്റെ PRO. നടപടിക്രമങ്ങൾ പൂർത്തിയാകും വരെ വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ല എന്ന മറുപടിയാണ് നൽകിയത്. അതായത് വിവരം ചോദിക്കാത്തത് കൊണ്ടല്ല, വിവരം നൽകാത്തത് കൊണ്ടാണ്. അതവിടെ നിൽക്കട്ടെ, ശരി. ആഭ്യന്തര വകുപ്പിന്റെ PROയ്ക്ക് അങ്ങനെ ഒരു വിവരം നൽകാനാകില്ല എന്ന ഉത്തരവേ കൊടുക്കാൻ പറ്റൂ. അദ്ദേഹം ഉദ്യോഗസ്ഥനാണല്ലോ. ഈ ചോദ്യം വളരെ സ്പെസിഫിക് ആയി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ TP കേസിലെ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് മുഖ്യമന്ത്രിയോട് ചോദിച്ചു. അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് എനിക്ക് അക്കാര്യത്തിൽ ഓർമ്മയില്ല എന്നാണ്. ആ ലിസ്റ്റ് സ്പഷ്ടമായി എൻ്റെ ഓർമ്മയിലില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം അദ്ദേഹം സംസാരിക്കുകയാണ് ഉണ്ടായത്. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ പോലും അതൊന്നും പറയാൻ പറ്റുന്നില്ല? തീർച്ചയായും അത് ശരിയാണ്. കാരണം ഈ രമ ഓർമ്മിക്കുന്നത് പോലെയോ, തിരുവഞ്ചൂർ ഓർമ്മിക്കുന്നത് പോലെയോ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഓർമ്മിക്കുന്നത് പോലെയോ മറ്റുള്ള ആളുകൾക്ക് ഓർമ്മിക്കാൻ കഴിയണമെന്നില്ലല്ലോ. അല്ല, മുഖ്യമന്ത്രിയുടെ ഓർമ്മയെ കുറിച്ച് അല്ലല്ലോ ശ്രീ PM മനോജ് അദ്ദേഹം ചോദിക്കുന്നത്. മുഖ്യമന്ത്രി എങ്ങനെയാണ് ഒരു മറുപടി പറയുക? ഒരു ചോദ്യം വരുമ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രി മറുപടി പറയുക? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഓർമ്മയുടെ അടിസ്ഥാനത്തിൽ പറയേണ്ടതല്ലല്ലോ. അദ്ദേഹം ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയാണ്. അദ്ദേഹം എങ്ങനെയാണ് നിയമസഭയിൽ മറുപടി കൊടുക്കേണ്ടതെന്ന് അങ്ങേക്ക് അറിയാത്തതല്ലല്ലോ ശ്രീ PM മനോജ്. അല്ലല്ല അഭിലാഷേ, നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് പുറത്തു വരേണ്ട ലിസ്റ്റ് അത് പൂർത്തിയാകുന്നതിന് മുമ്പ്, അതായത് ഈ ഗർഭധാരണത്തിന് മുമ്പ് തന്നെ ഈ കാര്യങ്ങൾ വിളിച്ചു പറയണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, അങ്ങനെയല്ല. ആ ലിസ്റ്റ് ഗവർണർക്ക് അയച്ചു, ഗവർണർ അത് തിരിച്ചയച്ചു. കേരള രാജ്ഭവൻ ഹാസ് റിട്ടേൺഡ് ദ ഫയൽ പെർട്ടൈനിങ് ടു ദ റിലീസ് ഓഫ് 1,850 prisoners to the government seeking some details and clarification in the view of the latest judgments of the Supreme Court എന്ന് പറഞ്ഞ് രാജ്ഭവൻ 18/2/2017 പത്രക്കുറിപ്പും ഇറക്കി. അതിനെക്കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്, ആ ഡോക്യുമെന്റിനെ കുറിച്ച്. അഭിലാഷ്, in the view of the latest judgment of the Supreme Court,
ദാറ്റ് ഹാസ് ടു ബി റീകൺസിഡേർഡ് എന്നാണ് പറഞ്ഞത് ഗവർണർ. അതെ. അപ്പോ അങ്ങനെ റീകൺസിഡർ ചെയ്തതിന് ശേഷം ആരൊക്കെയാണ് റെമിഷൻ അർഹരായവർ എന്ന ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിക്കണം, അല്ല പുനഃക്രമീകരിക്കണം. അങ്ങനെ ക്രമീകരിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതനുസരിച്ച് പുറത്തു വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇപ്പൊ അറിയണം. അല്ല, അങ്ങനെയല്ല. ഇത് മന്ത്രിസഭ 28/12/2016 അപ്രൂവ് ചെയ്ത ലിസ്റ്റിനെ കുറിച്ച് അറിയാമല്ലോ. റീകൺസിഡർ ചെയ്ത ലിസ്റ്റിനെ കുറിച്ച് പിന്നെ അറിയാം. മന്ത്രിസഭ അംഗീകരിച്ച് ഗവർണർക്ക് അയച്ച ലിസ്റ്റ് രഹസ്യമാക്കണമെന്ന് എന്താണ് സർക്കാരിന് താല്പര്യം? മന്ത്രിസഭയുടെ ലിസ്റ്റ് പുറത്തു വിടാതിരിക്കാൻ സർക്കാരിന് താല്പര്യമൊന്നുമില്ല. നടപടിക്രമങ്ങൾ പൂർത്തിയാവുന്ന മുറയ്ക്ക് ആ ലിസ്റ്റ് പുറത്തേക്ക് വരേണ്ടത് തന്നെയാണ്. ലിസ്റ്റ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റിനനുസരിച്ച് റെവിഷൻ അനുവദിക്കേണ്ടതാണ്. ഈ തടവുള്ളികൾക്ക് സംസ്ഥാനത്തെ ജയിലുകളിൽ ആകെ കഴിയുന്ന എല്ലാ തടവുള്ളികൾക്കും ഈ നിയമപരമായ റെമിഷൻ അനുവദിക്കാനുള്ള സാധ്യത അതാണ് ഗവൺമെന്റ് തുറന്നു വെക്കുന്നത്. ശരി, ആവട്ടെ. നമുക്ക് അതിന്റെ വിവരങ്ങൾ, ആരൊക്കെയാണ് ആ പ്രതികൾ, അവർക്ക് നിയമവിധേയമായിട്ടാണോ ഈ റെമിഷൻ കിട്ടുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ഇക്കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ സമൂഹത്തിനും പൊതുസമൂഹത്തിനും ഒക്കെ ആശങ്കയുണ്ടാക്കുന്ന ധാരാളം ഘടകങ്ങൾ ഉണ്ട്. എങ്ങനെ ഈ ക്രിമിനലുകൾക്ക് നിയമവിധേയമല്ലാതെ ഇളവ് കിട്ടുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ക്രിമിനലുകളാണ് ജയിലിലുള്ളതെന്ന് നമുക്കറിയാം. അവർക്ക് നിയമപരമായി അർഹിക്കേണ്ട കാര്യങ്ങൾ കിട്ടണം, പക്ഷേ അനർഹമായി കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ അനർഹമായി കിട്ടുന്ന കാര്യത്തിൽ വലിയ രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കണോ? ഇപ്പോൾ പറയുന്നു UDFന്റെ കാലത്തും ഉണ്ടായിരുന്നു, ഞങ്ങളുടെ കാലത്തും. അങ്ങനെയൊക്കെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണോ ഇത്? അനർഹമായി ഇപ്പൊ കിട്ടുന്നത് പോലെ ഈ ചർച്ചയിൽ BJPയുടെ ഒരാളെ കൊണ്ടുവന്നിരുത്തി അഭിലാഷ് ബൈസറായിട്ട് ചർച്ച നയിക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പൊ ഈ സംഭവത്തെ വേണമെങ്കിൽ അങ്ങനെ പറയാം. എന്നെ എന്തിനാണ് ഇവിടെ ഇരുത്തിയിട്ടുള്ളത്? ഞാൻ BJPയുടെ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് കൃത്യമായി സംസാരിക്കാനുള്ള സമയം കിട്ടണം. ഒരു പണിയില്ലാതെയല്ല ഇവിടെ വന്നിരിക്കുന്നത്. എത്ര സമയമാണ് മറ്റുള്ളവർക്ക് കൊടുത്തത്? എന്തിനാ? അവരുമായിട്ടല്ലേ എനിക്ക് തർക്കം. ഇത് BJP ഞാനും BJP തമ്മിൽ തർക്കിക്കേണ്ട വിഷയമല്ലല്ലോ. അതെ അല്ലല്ല എന്ത് തർക്കം? ബഹുമാനായിട്ടുള്ള മനോജ് നുണ പറയാൻ ഡോക്ടറേറ്റ് എടുത്ത മനുഷ്യനാണ്. അദ്ദേഹം ചോദിച്ചല്ലോ രമയ്ക്ക് എന്താ ഈ കേസിൽ ഇത്ര പ്രത്യേകത? രമയ്ക്ക് പ്രത്യേകത ഉണ്ടാവും മിസ്റ്റർ മനോജ്. രമയുടെ ഭർത്താവിനെയാണ് 51 വെട്ടുവെട്ടി തുണ്ടം തുണ്ടമായി ഈ കേരളത്തിന്റെ മണ്ണിൽ അരിഞ്ഞു വീഴ്ത്തിയത്. കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഏറ്റവും കൂടുതൽ വേദനിച്ചത് ആ ഭർത്താവിനെ നഷ്ടപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള രമയാണ്, ആ മക്കളാണ്. അത് കഴിഞ്ഞിട്ടാണ് കേരളത്തിന്റെ പൊതുസമൂഹം വേദനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് രമയ്ക്ക് വേദനയുണ്ടാകും. രമ ആശുപത്രി കിടക്കയിൽ നിന്ന് അവരുടെ രാഷ്ട്രീയം എന്തോ ആകട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. രമ ഞാൻ TV ചാനലിലൂടെ കണ്ടത് രമ ആശുപത്രി കിടക്കയിൽ നിന്ന് കയ്യിൽ സിറിഞ്ച് കയറ്റിയിട്ടുള്ള പാടുമായിട്ടാണ് ഈ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു ചെറിയ മര്യാദയൊക്കെ ഈ ബഹുമാനപ്പെട്ട മനോജിനുണ്ടാകും. എന്താ രമയുടെ പ്രത്യേകത? കിർമാണി മനോജിനെയും കൊടിസുനിയെയും വാടകയ്ക്കെടുത്ത് കൊലപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോയത് ജയരാജനാണ് എന്ന് ആർക്കാ അറിയാത്തത്? ആ ജയരാജനിലേക്ക് ഈ കേസ് അന്വേഷണം എന്ന് വന്നപ്പോഴല്ലേ ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സമീപിച്ചു. സാധിച്ചില്ല. നേരത്തെ തിരുവഞ്ചൂർ പറഞ്ഞല്ലോ, ഞാൻ നേർരേഖയിലൂടെ പോകാൻ ശ്രമിച്ചു. നേർരേഖയിലൂടെ ഒരു ചെറിയ അളവിൽ പോകാൻ ശ്രമിച്ചതുകൊണ്ടാണ് ആ കുപ്പായം അങ്ങ് തെറിച്ചു പോയത്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ സാധിച്ചില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമായിരിക്കും. ആണോ? 18 കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നതിന് ശേഷം കേരളത്തിലുണ്ടായി. എല്ലാം BJPക്കാരെയെ വെട്ടി കൊലപ്പെടുത്തിയത്. അപ്പൊ അവസാനത്തെ രാഷ്ട്രീയ കൊലപാതകമായി TP ചന്ദ്രശേഖരൻ വധക്കേസ് മാറുമായിരുന്നു. കണ്ണൂരിലെ കൊടും ക്രിമിനലായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെതിരെ ഈ കേസിലെ ഗൂഢാലോചകരെ പിടികൂടിയിരുന്നതെങ്കിൽ പിന്നെ ഇപ്പൊ എന്തടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റിൽ ഇവരുടെ പേര് വന്നത്? അപ്പൊ അതിനർത്ഥം UDFന്റെ ഗവൺമെന്റും LDFന്റെ ഗവൺമെന്റും CPIM-ഉം കോൺഗ്രസും അണിയറയിൽ ചർച്ച നടത്തുന്നു. അവർ ഒരുമിച്ച് പരസ്പര സഹായ സഹകരണ മുന്നണികളായിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ ലിസ്റ്റ് വന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം മിസ്റ്റർ അഭിലാഷ്, ഇന്ത്യ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെങ്കിൽ കേരളത്തിന്റെ ഗവർണറായിട്ടിരിക്കുന്ന വ്യക്തിക്ക് നിയമത്തെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു കൊടിസുനിയും ഒരു കിർമാണിയും പുറത്തിറങ്ങില്ല. ലിസ്റ്റ് അങ്ങനെ പ്രസവിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ട. എന്താ മനോജ് പറഞ്ഞത്? ഓർമ്മയില്ല പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്. ഈ ലിസ്റ്റ് ഓർമ്മയില്ലാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണോ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ബ്രണ്ണൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് RSSകാരൻ ഊരിപ്പിടിക്കാത്ത കത്തി? അന്ന് RSS ഇല്ല, അന്ന് അവിടെ ഒരു സംഘടനവും ഇല്ല, ഒരു പുല്ലുമില്ല അവിടെ. ആ കാര്യത്തെക്കുറിച്ച് കളവ് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഈ ലിസ്റ്റിനെ കുറിച്ച് എന്താ മുഖ്യമന്ത്രിക്ക് ഓർമ്മയില്ലാത്തത്? അപ്പൊ അതല്ല കാരണം. കോടിയേരി ബാലകൃഷ്ണൻ എഴുതി കൊടുത്ത ലിസ്റ്റ് അത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇതെല്ലാം രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. അതുകൊണ്ട് അതിന് മറുപടി വേണ്ടി വരുമല്ലോ സ്വാഭാവികമായും. ശ്രീ PM മനോജ്, സ്വാഭാവികമായും BJPക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ആരോപണം LDFന്റെ കാലത്തെ ലിസ്റ്റിലും കൊടിസുനിയും മറ്റുള്ളവരുമുണ്ട്, UDFന്റെ കാലത്തെ ലിസ്റ്റിലുമുണ്ട്. അതുകൊണ്ട് ഇത് പരസ്പരം അറിഞ്ഞുകൊണ്ടായിരിക്കും എന്നുള്ളതാണ്.
അദ്ദേഹത്തിൻ്റെ ടെലിഫോണിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹത്തിലേക്ക് മടങ്ങുന്ന ശ്രീ SR ശക്തിധരൻ, സർക്കാരിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള പ്രതീക്ഷകളെ ആകെ തന്നെ മോശമാക്കുന്ന വിധത്തിലല്ലേ ഈ കാര്യങ്ങൾ? ഇപ്പോൾ ഈ ക്രിമിനലുകൾക്കൊക്കെ സർക്കാരിൻ്റെ തണലില്ല എങ്കിൽ, സർക്കാർ ഇവരെ പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ സർക്കാർ അത് വിശദീകരിക്കണമല്ലോ. ഇങ്ങനെ ഒരു ശുപാർശ വന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങളത് തള്ളുകയായിരുന്നു, ഞങ്ങളൊരു സ്ക്രൂട്ടണി കമ്മിറ്റിയെ വെച്ചു, ആ സ്ക്രൂട്ടണി കമ്മിറ്റി ഇമാതിരി ആളുകളെയൊക്കെ ഒഴിവാക്കി എന്ന് സർക്കാരിന് വിശദീകരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ, അങ്ങനെ കഴിയുമെങ്കിൽ ഓക്കെയാണ്, പക്ഷെ കഴിയുന്നില്ല ഈ നിമിഷം വരെ. ഈ ലിസ്റ്റ് നിങ്ങൾ എന്തിനാ ഇത്ര, ഞാനൊന്ന് ചോദിക്കട്ടെ അഭിലാഷേ, ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനാ ഇത്ര തിരക്ക് കൂട്ടുന്നത്? നമ്മൾ ഇപ്പം ഇന്ന് രാവിലെയല്ലേ വിവരാവകാശ പ്രകാരം ഈ വാർത്ത വന്നിട്ടുള്ളൂ. ഗവൺമെൻറ്റിന് ഇത് പരിശോധിക്കേണ്ടതുണ്ട്. ഗവൺമെൻറ് ഈ കാര്യം ഒളിച്ചു വെച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരെയൊക്കെയാണ് ശിക്ഷാളവിന്? അല്ല, അങ്ങനെ പറയരുത് ശ്രീ SR ശക്തിധരൻ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് ജനങ്ങൾ അപേക്ഷ കൊടുത്ത് ഇപ്പോൾ വാങ്ങിച്ചു എന്നുള്ളതേ ഉള്ളൂ. സർക്കാരിന്റെ കയ്യിൽ നേരത്തെ തന്നെ ഉണ്ട്. അത് നിയമസഭയിൽ ഉത്തരവാദപ്പെട്ട ഒരു അംഗം ചോദിച്ചതാണ്, നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചതാണ്. മുഖ്യമന്ത്രി പറഞ്ഞില്ല, മുഖ്യമന്ത്രി മറന്നുപോയി. സമയമാകുമ്പോഴല്ലേ ഗവൺമെന്റ് അത് വെളിയിൽ വിടേണ്ട കാര്യമുള്ളൂ. അല്ല, ഗവൺമെൻറ് അത് വെളിയിൽ വിടേണ്ടത് അതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ കാര്യങ്ങൾ നടപടിക്രമത്തിലേക്ക് വരുമ്പോൾ മാത്രമല്ലേ അയക്കേണ്ടതുള്ളൂ. അതിനു മുമ്പേ എന്തിനാ കിടന്ന് ബഹളം വെക്കണത്? വരുമ്പോൾ പറഞ്ഞോ ഇവരിതാണ് ചെയ്യുന്നതെന്ന് പറയാം. ഇവിടെ വെറുതെ രാഷ്ട്രീയം പ്രസംഗിച്ചിട്ട് എന്താ കാര്യം? ഇപ്പോൾ ഇവിടെ എല്ലാവരും തെറ്റുകാർ, BJP-ക്കാർ മാത്രം, മറ്റേ നമ്മുടെ സുഹൃത്ത് ഇവിടെ ഇരുന്നുകൊണ്ട് പറയുന്നു അവർ മാത്രമാണ് ശരി, രണ്ട് മുന്നണിയും ഒന്നിച്ച് ചേർന്നുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ ലിസ്റ്റ് ലിസ്റ്റിനെ കുറിച്ചാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ CPIM നിയമ നടപടിക്ക് പോകണം. അല്ല, ഇല്ലാത്ത ലിസ്റ്റൊന്നുമല്ല, സർക്കാർ വിവരാവകാശ നിയമപ്രകാരം നൽകിയ ലിസ്റ്റാണ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ. PM മനോജ്, എനിക്ക് പെട്ടെന്നൊരു ചോദ്യം. ഇത് ഇടതുപക്ഷത്തിന്റെ ലിസ്റ്റിലും വലതുപക്ഷത്തിന്റെ ലിസ്റ്റിലും ഇവരൊക്കെ ഉള്ളത് കൊണ്ട്, ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ പരസ്പരം ഒത്തുകളിക്കുകയാണെന്ന് ആരോപിക്കുന്നു BJP. അങ്ങനെയൊന്നല്ല. ഈ തടവുകാരെ ഏറ്റവും കൂടുതൽ വിട്ടയച്ചത് മധ്യപ്രദേശിലും ഗുജറാത്തിലുമാണ്. ഏറ്റവും കൂടുതൽ റെമിഷൻ കൊടുത്തത് അവിടെയാണ്. കണക്ക് നോക്ക്, ശോഭാ സുരേന്ദ്രൻ പറയട്ടെ കണക്ക് കുറവാണെന്ന്. യഥാർത്ഥത്തില് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആകെ ഈ റെമിഷൻ നിയന്ത്രണം ഇല്ലാതെ കൊടുക്കുകയാണ്. അതുപോലെയല്ല ഇവിടെ നല്ല കൃത്യമായ സ്ക്രൂട്ടിനി നടക്കുന്നുണ്ട്. ആ സ്ക്രൂട്ടിനിയുടെ ഭാഗമായിട്ടാണ് അത് കഴിഞ്ഞ് ഗവർണർ സ്ക്രൂട്ടിനി സുപ്രീം കോടതിയുടെ പുനഃപരിശോധിക്കണമെന്ന് ഗവർണർ പറഞ്ഞത്. ആ പുനഃപരിശോധനയുടെ പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ നമുക്കിഷ്ടമുള്ള ആളെ വിടുക, നമുക്കിഷ്ടമില്ലാത്ത വിടാതിരിക്കുക. പണ്ട് UDF ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കൊളങ്ങരത്ത് രാഘവൻ കൊലക്കേസിലെ പ്രതിയായിട്ടുള്ള മമ്പ്രം ദിവാകരൻ ശിക്ഷിക്കപ്പെട്ട് ആ കാലാവധിയുടെ 1/4 പോലും ജയിലിലുണ്ടായിരുന്നില്ല, വിട്ടുകഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും നമ്മള് ഈ രീതിയിലല്ല ചർച്ച ചെയ്യുന്നത്. മറിച്ച് ഇതിന്റെ മെറിറ്റ് അനുസരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കുറ്റവാളിക്ക്, ശിക്ഷിക്കപ്പെട്ട ആൾക്ക് അനധികൃതമായി റെമിഷൻ കൊടുക്കുന്നുണ്ടോ? അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് തന്നെ ചോദ്യം ചെയ്യാം. ശരി, അതാണ് താങ്കളുടെ പോയിന്റ്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, അവസാനത്തെ ചോദ്യം. ഇനി സർക്കാർ ഗവർണർക്ക് കൊടുത്ത ലിസ്റ്റിൽ ഈ TP ചന്ദ്രശേഖരൻ കൊലപാതക കേസിലെ പ്രതികളും മറ്റ് നിസാമും അടക്കമുള്ള ആളുകളും ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ പിൻവലിക്കുമോ? കേരളത്തിന്റെ മണ്ണിൽ ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട ശക്തിധരനോട് ചോദിച്ചു, മിസ്റ്റർ മനോജിനോടും ചോദിച്ചു, ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് കേരളത്തിൽ ഇതുപോലെ ഒരു ചർച്ച നടക്കുമെന്ന് വിശ്വസിക്കാൻ മാത്രം ഒരു വിഡ്ഢിയല്ല ഞാൻ. അപ്പോ ഉള്ള ലിസ്റ്റിനെ കുറിച്ചാണ് ചർച്ച. എന്തുകൊണ്ട് CPIM നിയമ നടപടിക്ക് ഞങ്ങൾ തയ്യാറാകുമെന്ന് പറഞ്ഞില്ല? ഇല്ലാത്തൊരു ലിസ്റ്റിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയാണോ മാർക്സിസ്റ്റ് പാർട്ടി പ്രതികരിക്കുക? അപ്പോൾ പ്രശ്നം അതല്ല. ഇനി എന്ത് ലിസ്റ്റ് കൊടുത്താലും ഇതാണ് അവരുടെ ഉദ്ദേശമെങ്കിലും ഇന്ന് കേരളത്തിന്റെ ഗവർണറായിരിക്കുന്ന മനുഷ്യൻ സുപ്രീം കോടതിയുടെ എല്ലാ നിയമങ്ങളെ കുറിച്ചും അറിയുന്നതാണ്, നമ്മുടെ നീതിന്യായ വ്യവസ്ഥിതിയെ കുറിച്ച് അറിയുന്ന ഒരാളാണ്. ഗവർണറുടെ മുന്നിൽ ഈ ലിസ്റ്റുമായിട്ട് പോയിട്ടും ഒരു രക്ഷയുമില്ല. കാരണം ഇത് കോൺഗ്രസ് കേരളം ഭരിക്കുകയും രാജ്യം കോൺഗ്രസ് ഭരിക്കുകയും ചെയ്യുമ്പോൾ വെക്കുന്ന ഗവർണർമാരെ എന്തായാലും ഞാൻ ഒരു കാര്യം വിശദീകരിക്കാം. ഈ സർക്കാരിന്റെ ഉപസമിതി തീരുമാനിക്കുകയും മന്ത്രിസഭ അംഗീകരിക്കുകയും ചെയ്ത ലിസ്റ്റ് അല്ല വിവരാവകാശ നിയമപ്രകാരം പുറത്തു വന്നിരിക്കുന്നത്. ആ ലിസ്റ്റ്
ചോദിച്ച് വിവരാവകാശ നിയമപ്രകാരം അന്വേഷിച്ചുവെങ്കിലും അത് നൽകാനാകില്ല എന്ന മറുപടിയാണ് ഈ നിമിഷം വരെയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇത് ജയിൽ വകുപ്പിൽ നിന്ന് കിട്ടിയ, ജയിൽ വകുപ്പ് സർക്കാരിന് നൽകിയ ശുപാർശകളാണ്. ഈ പേരുകളിൽ നിന്ന് 61 പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അന്തിമ പട്ടികയിൽ. ആ 61-ൽ ആരൊക്കെ പെടും? നിസാമും TP കേസ് പ്രതികളും മറ്റ് ആരോപണ വിധേയരായിട്ടുള്ള വലിയ കൊടും ക്രിമിനലുകളൊക്കെ ഒഴിവാക്കപ്പെട്ട ഒരു ലിസ്റ്റാണോ ഗവർണറുടെ മുമ്പിലേക്ക് പോയിട്ടുള്ളത്, അതോ ഈ പേരുകളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ലിസ്റ്റാണോ പോയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കണം. സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി ഒന്നുകിൽ വിവരാവകാശ നിയമപ്രകാരം രേഖ തരുന്നത് വരെ, അല്ലെങ്കിൽ വിശദീകരിക്കുന്നത് വരെ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ, ശ്രീമതി KK രമ, ശ്രീ SR ശക്തിധരൻ, ശ്രീ PM മനോജ്, ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ.